ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇസ്ലാമിക് സ്കോളർ എന്ന നിലയിൽ ലോകപ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായി ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം തന്റെ മനസ്സിലുള്ള ആശയങ്ങൾ എല്ലാവരോടും വളരെ വ്യക്തമായി സംസാരിക്കുന്ന ആളാണ്. ചെറിയ ചെറിയ വഴക്കുകൾ വലുതാക്കില്ല, അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം മൗലാന മെഹ്മൂദ് മദ്നി. ആപ്കി അദാലത്തിൽ അടുത്തതായി ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയാണ്. അദ്ദേഹവും സ്പെഷ്യലായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. ജസ്റ്റിസ് സഹിഉള്ള ഖാൻ. വഴക്ക് തുടങ്ങാം. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ മൗലാന മെഹ്മൂദിന്റെ പേരിലുള്ള കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ജമിയത്ത് ഉലൈമ ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹ്മൂദ് മദ്നിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ആദർശങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ്. മൗലാന സർ, ജമിയത്ത് ഉലൈമ ഹിന്ദ് 125 വർഷം പഴയ ഒരു ഓർഗനൈസേഷൻ ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് അതിന്റെ ആദർശങ്ങളും 100 വർഷം പഴയതാകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇക്കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർ അവരെന്താണ് കംപ്ലൈന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഞങ്ങൾ ദിയോബന്ദിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ ന്യൂ ജനറേഷനിൽ നിന്ന് ഞങ്ങളെ ഒതുക്കുകയാണ്. പെൺകുട്ടികളെ റീൽസ് എടുക്കാൻ പോലും അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾ റീൽസ് എടുത്തോട്ടാന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അതെ, അവര് റീൽസ് ഒക്കെ എടുക്കട്ടെ, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് പോസ്റ്റ് ചെയ്യട്ടെ. ഇതിലെന്താന്ന് വെച്ചാൽ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അതിലൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇതുപോലത്തെ മെയിൻ സ്ട്രീം ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ, അവിടെ മൊബൈൽ യൂസ് ചെയ്യുന്നതിൽ, അതിൻ്റെ യൂണിഫോംസിലൊക്കെ ഇതുപോലത്തെ പല കാര്യങ്ങളിൽ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് ചെയ്യുന്നത് ദാറുൽ ദേവഗനും മാത്രമല്ല. നമ്മൾ നല്ലൊരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്നത് മാത്രമല്ലാണ്ട് വേറെ ഒരു ഡിസ്ട്രാക്ഷനും കാണാൻ പാടില്ല. ഇത് നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ മോഡേൺ ജനറേഷൻ്റെ ചാലഞ്ചിങ് കാര്യത്തിൽ മൊബൈലിൻ്റെ മിസ്യൂസേജും ഉണ്ട് അധികമായിട്ട്. ആവശ്യത്തിന് അധികവും യൂസ് ചെയ്യുന്നുണ്ടെന്നും പറയാം വേണമെങ്കിൽ നമുക്ക്. ഈ പ്രോബ്ലം ഇന്ത്യയിൽ മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ ഫിനോമിന പോലെ ആയി ശരിക്കും ഇപ്പോൾ. ഇതുകൊണ്ടിപ്പോൾ ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡായി വരുന്നുണ്ട്. അതിന് പുതിയ പുതിയ പേരും തരുന്നുണ്ട് അവരൊക്കെ. ഇങ്ങനെയുള്ളപ്പോൾ പഠിക്കുന്ന പിള്ളേർ, ഗ്രാജുവേഷന് പഠിക്കുന്ന പിള്ളേർ, ഇല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന പിള്ളേരും, അവരെ ഇതുമൂലം ഡിസ്ട്രാക്ഷനിൽ നിന്നൊക്കെയാണ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തോ ഒരു എഫക്റ്റ് വരുമെന്ന് ഞാൻ നിങ്ങൾക്കൊരു ലിസ്റ്റ് തരാം. ഓക്കെ, താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. മൊബൈൽ കൊണ്ട് ചെറുപ്പക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്ത്രീകൾ ബൈക്ക് ഓടിക്കുന്നതിനും കാർ ഓടിക്കുന്നതിനും താങ്കൾ എന്തിനാണ് റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നത്? ആരാതിനെ റെസ്ട്രിക്ട് ചെയ്തേ? എല്ലാവരും ഓടിച്ചോണ്ടല്ലേ ഇരിക്കില്ല. ഇല്ല, ഇതാ നോക്കൂ സർ, ഇത് ദാരുൽ ഉലൂമിന്റെ വെബ്സൈറ്റ് ആണ്. അതിലൊരു പെൺകുട്ടി ഉസ്താദിന്റെ അടുത്ത് ചോദ്യം ചോദിക്കുകയാണ്. അതായത്, ഞാൻ കാർ ഓടിക്കാമോ ബൈക്ക് ഓടിക്കാമോ എന്നാ പെൺകുട്ടി ചോദിക്കുമ്പോൾ അതിന് ഇസ്ലാമിൽ പെർമിഷൻ ഇല്ലെന്നാണ് പറയുന്നത്. ഈ കാര്യം ആരാണോ എഴുതിയ അവരല്ലേ പറയേണ്ടതിന് ഉത്തരവൊക്കെ. എപ്പോഴാണ് എഴുതിയെന്നും എന്ത് കോണ്ടെക്സ്റ്റിലാണ് എഴുതിയെന്നും. ഇത് ദാരുൽ ഉലൂമിന്റെ വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ നിന്നും എടുത്ത പ്രിന്റ് ഔട്ടാണ്. സത്യം പറയണമെങ്കിൽ ഇതെന്റെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ല. അതുകൊണ്ട് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെ ചോദ്യമാണ് ചോദിക്കുന്നതെന്നും, ചോദ്യം ചോദിക്കുന്നവര് എന്ത് ചിന്തയിലാ ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെയാ ചോദിക്കാൻ പോകുന്നതെന്നുള്ള രീതിക്കാണ് ഉത്തരം വരുന്നതൊക്കെ. അതാണ് കാര്യം. ഇതിൽ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടല്ലേ ചോദിച്ചത്? അത് സിമ്പിളാണോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? കാരണം നിങ്ങളുടെ ചോദ്യം അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുന്നത്. പറയൂ. ഇല്ല, ഇതില് അവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഈസ് റൈഡിംഗ് ബൈക്ക് ഓർ കാർ അള്ളാ ഫുൾ ഫോർ ഫീമെയിൽ അക്കോർഡിംഗ് ടു ശരിയത്ത്. ഈ കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ്? അതുമാത്രമല്ലാണ്ട് ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ചോദ്യം കറക്റ്റായിട്ട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും കറക്റ്റായിട്ട് കിട്ടിയേനെന്നൊക്കെ ആയിരുന്നു.
ഇതിവിടെ എന്ത് വ്യക്തതയോടെ ചോദിക്കണമെന്ന് താങ്കൾ തന്നെ പറയും. ഓരോ കാര്യത്തിനും ബൗണ്ടറീസ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ ആ ബൗണ്ടറീസിന്റെ അകത്തുനിന്ന് അതവര് ചെയ്തെന്ന് വെച്ചാൽ അതിനുള്ള അർത്ഥം ഉണ്ടാവുമല്ലോ. അതുപോലെ അവർ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഐബ്രോസ് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാണോ? ഇതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് ഹറാമാണെന്നാണ്. എനിക്കറിയാമല്ലോ നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അല്ലല്ല, ഞാനിത് ഇപ്പോഴാണ് വെബ്സൈറ്റിൽ നിന്ന് എടുത്തത്. താങ്കളുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചല്ലേ ഇസ്ലാമിൽ. പറ്റുള്ളൂ, കാരണം ഇവിടെ കുറെ ഇഷ്യൂസ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. അതെ. ഈ ജനറേഷനിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. മേക്കപ്പിന്റെ കാര്യങ്ങളായിക്കോട്ടെ. അതുപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതായത് ഈ ഫേഷ്യൽ ചെയ്യുന്നത്, അതുപോലെ ടാറ്റു അടിക്കുന്നത്, ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമാണോ എന്നാണ് ചോദിക്കുന്നത്. ടാറ്റുവിനെ കുറിച്ച് എനിക്കറിയാം. ആ കാര്യമൊക്കെ ശരിക്കും റെസ്ട്രിക്ട് ചെയ്ത കാര്യങ്ങളാണ്. ആ കാലത്തും ടാറ്റൂസ് ഇട്ടുകൊണ്ടിരുന്നതാ. സോ അതൊക്കെ ക്ലിയർ ആണ്, അതിലൊരു ഡൗട്ടും എനിക്കില്ല. പക്ഷേ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നെ കൊണ്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ അറിയാം. ഒരു മൗലാന എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കല്യാണത്തിൽ TJ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെ. ആ കല്യാണം നടത്തി തരില്ലെന്ന് അദ്ദേഹം പറയുന്നു. കറക്റ്റ്. ഞങ്ങൾ ഈ തീരുമാനം എടുത്തോണ്ടിരിപ്പുണ്ട്. ഞങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏത് കല്യാണത്തിലാണോ DJ ഉള്ളത്, ഏതൊക്കെ കല്യാണത്തിലാണോ ആവശ്യമില്ലാണ്ട് ചെലവ് ചെയ്യുന്നത്, ഏതൊക്കെ കല്യാണത്തിലാണോ ആഡംബരമായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചെലവ് ചെയ്യുന്നത്, ഏത് കല്യാണത്തിലാണോ എൻവിറോൺമെന്റ് ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഏത് കല്യാണത്തിലാണോ കഷ്ടപ്പെടുന്നത് കണ്ട് ചിരിക്കുന്ന അളവിനുണ്ടോ, ആ കല്യാണം ഞങ്ങൾ നടക്കാൻ അനുവദിക്കത്തില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അളവിന് അത് നടക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഗവൺമെന്റിന്റെ അടുത്തും പറയുന്നുണ്ട് ഇതിനൊരു റൂള് വരണമെന്ന്. കല്യാണങ്ങളൊക്കെ ആഘോഷപ്പെടുന്ന രീതിയിലാണല്ലോ നടക്കുന്നത്. ബിഗ് ഫെയറിലൊക്കെ കല്യാണം നടക്കുന്നത്. കഷ്ടപ്പെടുന്നവർ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പാവപ്പെട്ടവർക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല അവിടെ. ഞങ്ങൾ കല്യാണങ്ങളൊക്കെ അവിടെ ഞങ്ങൾ ഉരുതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, തുസ്കോ ഇസ്ലാം കെ ഷാദ്, ഇത്രേ ആഡംബരമായിട്ട് കല്യാണമൊക്കെ നടത്തുന്നു. കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ഒരു സിൻസിയാരിറ്റി ഇല്ല നിങ്ങളുടെ അടുത്തൊക്കെ. അങ്ങനത്തെ നാടുകളെ ഉണ്ടാക്കാൻ നോക്കുമ്പോ പിന്നെ എങ്ങനെ ഈ ലോകം മാറും? ചുറ്റിയുള്ളവരെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. എങ്ങനെ ചെയ്യണം, കല്യാണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങളൊക്കെ ഇത് പറയാനായിട്ട് നിങ്ങൾ ആരാണ്? ഇത് സൊസൈറ്റിക്കായിട്ടുള്ള കാര്യമാണ്. സൊസൈറ്റി എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു കല്യാണം കഴിപ്പിക്കണ്ടേ. നമ്മളോ നിങ്ങളും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സൊസൈറ്റി തെറ്റായ രീതിയിൽ പോവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. കഷ്ടപ്പെടുന്നവർക്ക് പൈസ ഇല്ലെന്നുള്ളൊരു ചിന്ത വരാൻ പാടില്ല അവിടെ. ഈ നാടിനെ, ഈ ദേശത്തെ, ഈ സൊസൈറ്റിയെ തെറ്റായ രീതിയിൽ പോകാണ്ട് നമ്മളാണ് നോക്കേണ്ടത്. എല്ലാരും ഒരുമിച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ യൂണിഫോം സിവിൽ കോഡ് വരുന്നതിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നാണോ? ഇതിലെന്താ നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം? കാരണം അതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ, വിവാഹം എല്ലാം ഒരേ രീതിയിൽ നടത്തണമെന്നാണ്. ഒരൊറ്റ വഴിയിൽ എന്താ പ്രശ്നം? ഇതാണ് ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ഇങ്ങനെ എല്ലാവരെ പോലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ അതിനുള്ള വൈറ്റ് പേപ്പർ വരണം, അതിനുള്ള ഡിസ്കഷൻ നടക്കണം. നല്ല കാര്യങ്ങൾ വരുന്നത് നല്ല കാര്യമല്ലേ സാർ? പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊന്നും ഇവിടുത്തെ ഒരു യൂണിഫോമിറ്റി ഇല്ലല്ലോ. എല്ലാം ഒരുമിച്ചിരിക്കണമെന്നാണ് അവർ പറയുന്നത്. എല്ലാം ഒരുമിച്ചിരിക്കണമെങ്കിൽ ആരാണ് ഡിനൈ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് പറയേ. പക്ഷേ അവരൊന്നും ചെയ്തില്ലെന്നാണല്ലോ അവർ പറയുന്നത്. അവര് എന്ത് ഫോർമാറ്റിലാണ് ഈ റൂള് കൊണ്ടുവരുന്നത്? ഏത് ഫോർമാറ്റ് പക്ഷെ ആയിരിക്കും? അതിൽ ആരൊക്കെ കല്യാണം കഴിക്കുന്നുവോ അവരുടെ പേര് മെൻഷൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇരിക്കട്ടെ, ഇന്ത്യയിൽ ഇപ്പൊ എന്ത് പ്രശ്നമാണ് ഇതുകൊണ്ടുള്ളതെന്ന്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ ലോകത്ത് തന്നെ ഇതൊരു പ്രശ്നമാണ്. ഇതൊരു കോമൺ ഫിനോമിന ആയിപ്പോയി. അതായത് നിങ്ങളെ കൊണ്ടൊരു 50,000 ചെലവ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ, നിങ്ങൾ പുറത്ത് കാണിക്കണമെന്നുള്ള കാരണം കൊണ്ട് 20 ലക്ഷം ചെലവാക്കുന്നത്. ഇതിനു വേണ്ടി ഒരുപാട് പൈസ എടുത്തു വെക്കാൻ ആരംഭിക്കുവാണ്. ആ പൈസ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടി എടുത്തു വെക്ക്. പിള്ളേരെ പഠിപ്പിക്ക്. ആ ഒരു ദിവസത്തിന് വേണ്ടി. എല്ലാരും പറയത്തില്ലേ 4 ദിവസത്തെ ആഘോഷം, പറഞ്ഞു പിന്നെ വരുന്നത് അങ്ങോട്ട് അതിനുശേഷം ഇരുട്ടായിരിക്കും. ജീവിതം ശരിക്കും പോയില്ല അതാണ് ഇവിടെ നടക്കുന്നത് സർ, ഇപ്പോ. ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ, അതായത് ഇന്നത്തെ ജനറേഷനിൽ നടക്കുന്ന വിവാഹങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ക്യാമറയുടെ മുന്നിൽ നടക്കുന്ന ഒന്നാണ്. മാലയിടുന്നത് പോലും 2-3 പ്രാവശ്യം റീടേക്ക് എടുക്കുന്നു. അതെ, പറയൂ. അതുമാത്രമല്ല, അവരുടെ ആഡംബരമെല്ലാം ഇതിൽ കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും കാണിക്കണം എന്നുള്ള ആഗ്രഹം അധികമായി. ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം സംഭവിക്കാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ചെലവ് ചെയ്യാന്ന് വെച്ചോളൂ. എൻ്റെ അടുത്ത വീട്ടിൽ ഒരാളുണ്ടാവും. അവര് ഇതിന് ഈടായിട്ട് വരണമെന്നും പറഞ്ഞ് 10 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര ദിവസം അദ്ദേഹം കഷ്ടപ്പെടേണ്ടി വരുമെന്നും ആലോചിക്കുക.
ഇതൊക്കെ ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് സർ. ഇതൊക്കെ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു വലിയ ശത്രുവാകും. താങ്കൾ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, ധാരാളിത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിൽ സ്ത്രീകൾ ഐബ്രോ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കാർ ഓടിക്കുന്നതിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വിവാഹത്തിലും മ്യൂസിക്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ താങ്കൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? മ്യൂസിക്കിൽ ഒരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ആദ്യം തൊട്ടേ മ്യൂസിക്കിൽ ഒരു നല്ല ഒപ്പീനിയനും കൂടെ ഉണ്ട്. അതാണ്. സോ ആ ഒപ്പീനിയനും ഞങ്ങൾ എന്തുകൊണ്ടാ വരേണ്ടത്, എന്തുകൊണ്ടാ പോകേണ്ടത്? അത് പറഞ്ഞല്ലേ സർ പറ്റുള്ളൂ. മോഡേണൈസ് ആവുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. എൻ്റെ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ വേറെ പോലും ആയിരിക്കുമല്ലോ സർ. എന്നെ സംബന്ധിച്ച് മോഡേണൈസ് ആവാൻ നമ്മളൊരു അർത്ഥം, നിങ്ങളെക്കുറിച്ച്, പിന്നെ നിങ്ങളുടെ കഷ്ടങ്ങളെക്കുറിച്ച്, പിന്നെ ചുറ്റിനുള്ള ആൾക്കാരെക്കുറിച്ചും, പിന്നെ സറൗണ്ടിങ്സ്, നമ്മുടെ നാട്ടിനെക്കുറിച്ചും സെൻസിറ്റിവിറ്റിയെക്കുറിച്ചും നമ്മൾ അധികമായിട്ടും അവെയർ ആവണമെന്നാ പറയുന്നത്. നമ്മൾ മോഡേണൈസ് ആവുകയാണെങ്കിൽ നമ്മൾ വെള്ളം സേവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് വേണമല്ലോ. വെള്ളം അഴുക്കാക്കാണ്ട് അത് നല്ലപോലെ സുരക്ഷിക്കാനുള്ള അവയർനെസ് വേണം. നമ്മൾ പ്ലാന്റേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള അവയർനെസ് വേണം. കുഞ്ഞു പറവകളെ കുറിച്ചുള്ള അറിവ് വേണം. ബട്ടർഫ്ലൈനെ കുറിച്ചുള്ള അവയർനെസ് വേണം. എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് മോഡേണൈസേഷൻ. നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള്, ഈ നാട്ടിലെ ഓരോ മോളുകളും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഒക്കെ കിട്ടണം. നാട്ടിലെ പെൺകുട്ടികൾക്കും ഇവിടുത്തെ പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് കിട്ടണം, ഈക്വൽ ആയിട്ടുള്ള ചാൻസ് കിട്ടണം. അവർക്ക് നല്ല റെസ്പെക്ട് കൊടുക്കണം, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അവർക്കൊക്കെ. താങ്കൾ അവരെ മാർക്കറ്റിൽ സാധനമാക്കരുത്. പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഇവർ കാർ ഓടിക്കാൻ പാടില്ല, ബൈക്ക് ഓടിക്കാൻ പാടില്ല, ഐബ്രോ ചെയ്യാൻ പാടില്ല, എന്തിന് മേക്കപ്പ് പോലും ചെയ്യാൻ പാടില്ലെന്ന്. എല്ലാ റെസ്ട്രിക്ഷൻസും സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്കില്ലേ? ആണുങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിള്ളേർക്കും ഉണ്ട്. ആൺകുട്ടികൾക്ക് എന്ത് റെസ്ട്രിക്ഷൻ? ആണുങ്ങൾക്കും ഇതുപോലത്തെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ശരിക്കും പറയണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയൂ. ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ വിടത്തേ ഇല്ല. അത് രണ്ടുപേർക്കും അല്ലേ? എല്ലാവർക്കും ആണത്. ആൺപിള്ളേർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. എന്താന്നാ ഞാൻ പറയേണ്ടത് ഇനി? ഇങ്ങനെയുള്ളപ്പോ ഫത്വ നിങ്ങൾ കൈ വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ എനിക്ക് ദാരുലും വെബ്സൈറ്റിൽ നിന്നും ഈ ഫത്വ ആണ് ലഭിച്ചത്. എല്ലാ ഫത്വാസും പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് തേടിയാണ് എടുത്തിരിക്കുന്നത്. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സ്വർഗത്തിലേക്ക് ചെന്നാൽ ഭംഗിയുള്ള കന്യകളെ കിട്ടുമെന്ന് പറയും. അത് നേരാണോ ഇല്ല വെറുതെ പറയുന്നതാണോ? ഒരു കാര്യം നിങ്ങൾ നോക്കണമെങ്കിൽ, ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന് പനിഷ്മെന്റും മറ്റൊന്ന് റിവാർഡുമാണ്. സോ തീർച്ചയായിട്ടും റിവാർഡ് എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ. അതിനി ഓവർ എംഫസൈസ് ആണ് അവർ ചെയ്യുന്നത്. മാത്രമല്ലാണ്ട് അതിലുള്ളത് ഉള്ള കാര്യം ഡബിളാക്കിയാണല്ലോ സംസാരിക്കുന്നതൊക്കെ. പിന്നെ സാറും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ തേടി എടുത്തു വെച്ച് ചോദിക്കുന്നത്. നമ്മുടെ രജത് സാർ അതും ഇതുപോലൊക്കെ തന്നെയാണ്. നല്ലപോലെ എക്സോജറേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊപഗണ്ടയൊക്കെയാണ് അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അതൊഴിച്ച് ശിക്ഷകൾ ഒരുപാടൊക്കെ ഉണ്ട്. പിന്നെ ഓരോ മതത്തിലും, ഇസ്ലാമിനെ കുറിച്ചല്ല, ഓരോ മതത്തിലും ശിക്ഷകളും ഉണ്ട്, റിവാർഡുകളും ഉണ്ട്. ഒരു പാകിസ്ഥാൻ ജേർണലിസ്റ്റ് ഒരു മതഗുരുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ ലഭിക്കും, പക്ഷേ എനിക്ക് എന്ത് ലഭിക്കുമെന്ന്. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ പാകിസ്ഥാന്റെ പേരേ എടുക്കണ്ട. പക്ഷെ നിങ്ങൾ ശരിക്കും പറയണമെങ്കിൽ ഇവരുടെ ചോദ്യം റിലേറ്റ് ചെയ്താണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആണുങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നത് പോലെ നല്ല കാര്യങ്ങളും തീർച്ചയായിട്ടും കിട്ടും. തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ആണുങ്ങൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് കാര്യം. റിവാർഡും ഉണ്ട്, പനിഷ്മെന്റും ഉണ്ട്. പെണ്ണുങ്ങൾക്കൊരു രീതിയിലും ആണുങ്ങൾക്കൊരു രീതിയിലും എന്നുള്ള കാര്യങ്ങളൊന്നും. ആ മതഗുരു എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾക്ക് താങ്കളുടെ ഹസ്ബൻഡ് തന്നെ തീർച്ചയായിട്ടും ലഭിക്കും. അതിന് അവരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അയാളെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അക്സെപ്റ്റ് പോലും ചെയ്യാണ്ടിരുന്നിരിക്കുമല്ലോ. ഒരുപക്ഷെ ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ ചൂസ് ചെയ്യാണ്ട് പോകാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ചാൻസസും ഉണ്ടെന്നേ. വെൽ എഡ്യൂക്കേറ്റഡ് മുസ്ലിം ഫാമിലിയിൽ തന്നെ നല്ല പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ എത്ര കുട്ടികൾ വേണമെന്ന് ആരാണ് ഇവിടെ തീരുമാനിക്കുന്നത്? ദൈവമോ അല്ല ഫാമിലിയോ? എന്താണ് അദ്ദേഹം ചോദിച്ചത്?
അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയ മുസ്ലിം ഫാമിലിയിൽ ധാരാളം കുട്ടികളുണ്ട്. അങ്ങനെ എത്ര കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്നത് പേരൻസ് ആണോ അതോ ദൈവമാണോ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം തന്നെ തെറ്റാണ്. എന്താന്ന് വെച്ചാൽ മുസ്ലിം കൺട്രിയിൽ ഒരുപാട് കൊച്ചുങ്ങളുണ്ടെന്നാണ് നിങ്ങൾ ചോദിച്ചു വരുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന കാര്യം ഡേറ്റയ്ക്കെതിരെയാ. ഇന്നത്തെ കാലത്തെ ഡേറ്റ എടുത്തു നോക്കണം. ഡേറ്റ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പഠിക്കാത്ത കുടുംബങ്ങള്, അതുപോലെ കഷ്ടപ്പെടുന്ന വീട്ടിൽ ഒരുപാട് പിള്ളേരിങ്ങനെ ഇരിപ്പുണ്ടെന്ന്. അതിൽ ഹിന്ദുസും ഉണ്ട് മുസ്ലിംസും ഉണ്ട്. അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ അവർക്ക് കറക്റ്റായ എണ്ണത്തിലുള്ള പിള്ളേരെയും കിട്ടും, അവർക്ക് നല്ല കറക്റ്റായ എഡ്യൂക്കേഷനും കിട്ടിയിരിക്കും. നമ്മുടെ നാട് നല്ല രീതിയിൽ വളർന്നു വന്നേനെ. 4 കല്യാണം കഴിക്കുന്നവർക്ക് ധാരാളം കുട്ടികൾ ഉണ്ടായിരിക്കുമോ അതോ ഒരു കല്യാണം കഴിക്കുന്ന ആൾക്ക്? 4 കല്യാണം ചെയ്യുന്നവർക്ക്. ഇതിനായിട്ടുള്ള ഡേറ്റയും ഉണ്ട്. ഇതിനുള്ള ഡേറ്റ ഉണ്ട് സർ. അതായത് ഇന്ന് എന്തോരമാണ് ലോകമൊക്കെ ഡെവലപ്പ് ആയിരിക്കുന്നത്. എല്ലാം നമുക്ക് റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് ഉള്ളത്. എല്ലാം റിസർച്ച് ആയിട്ടുണ്ടാവണം. കാരണം ഇവര് പറഞ്ഞു അവര് പറഞ്ഞു എന്നൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സെൻസസ് ഇങ്ങനെ എടുത്തു നോക്കൂ. കല്യാണമൊക്കെ ആരാണിങ്ങനെ ഒരുപാട് കഴിക്കുന്നത്, ആരാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ളത് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതായത് ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇങ്ങനെ കൂടുതലൊന്ന്. ഇത് മുസ്ലിംസിൻ്റെയോ ഹിന്ദുസിൻ്റെയോ പ്രശ്നമൊന്നും അല്ല. പോപ്പുലേഷന്റെ പ്രശ്നം തന്നെ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മുസ്ലിംസിന്റെ പ്രശ്നമൊന്നും അല്ല. വേറെ മതങ്ങളിലൊന്നും 1-2 കല്യാണം എക്സ്ട്രാ ചെയ്യുന്നില്ലേ? എന്താ മറ്റേതൊരു മതത്തിലും ഒരു വിവാഹം അല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അതെ, ഇല്ല തന്നെ. ഇന്ത്യയിൽ ആരാ ഉള്ളത്? നിങ്ങൾ തന്നെ നോക്ക്, നിങ്ങൾ തന്നെ നോക്ക്. താങ്കൾ പറഞ്ഞു വരുന്നത് അനുവാദം ഇല്ലെങ്കിൽ ഇതെല്ലാവരും ചെയ്യുന്നു എന്നല്ലേ? അത് തന്നെയല്ലേ നടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ജനങ്ങൾ ഇത് അംഗീകരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഞാൻ സത്യം പറയണമെങ്കിൽ ഇങ്ങനെ ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ആയെന്നാ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണത്. മറ്റൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ ധാരാളം സംസാരിക്കുന്നുണ്ട്. അതും 100 വർഷം പഴയ ഒരു നിയമമാണ്. അതായത് വഖഫ് ബോർഡിന്റെ നിയമം. വഖഫ് ബോർഡിന്റെ നിയമങ്ങളെല്ലാം വളരെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് പലരും ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളിത് 100 വർഷം പഴയ കാര്യമെന്ന് പറയുന്നത് തന്നെ ശരിക്കും വല്ലാത്ത തെറ്റാ. ഈ റൂൾസൊക്കെ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. ഒരു 95 അപ്പോഴാണ് ആയത്. അപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. വളരെ റീസെൻ്റ് ആയിട്ടാണ്. അതായത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഔക്കാഫ് എന്ന് വെച്ചാൽ എന്താണ്, ഇതറിയേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ഇത് ഇന്ത്യയിലാണ് അറിയേണ്ടതും. എല്ലാവർക്കും ഒരു ശീലമുണ്ട്, അതായത് ഓരോ മതത്തിലും അവരൊക്കെ പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ പല കാര്യങ്ങളാണ് ദാനധർമ്മം ചെയ്തേക്കുന്നത്. ദാനം ചെയ്ത സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു സിസ്റ്റം ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ. അപ്പോഴാണ് അവരൊരു ആക്ട് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ അത് 53, 54 അമെൻമെൻ്റ് ആയിരുന്നു. കോമൺ ആയിട്ടുള്ള അമെൻമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ആക്കി. പിന്നെ അതിനുശേഷവും 95 അത് വന്നു. 2013 അത് നടന്നിരുന്നു. പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഇത് പിന്നെ മോഡിഫൈ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അവർ. ഇപ്പോൾ ഒരു പുതിയ അമെൻമെൻറ്റിൻ്റെ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നേ ഉള്ളൂ. അതിനായിട്ടുള്ള ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അവർ വന്നതിപ്പോൾ അത് നോക്കുന്നതിന് പകരം അവരിപ്പോൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വഖഫ് ബോർഡിന്റെ കൈവശം രാജ്യം മുഴുവനും 9 ലക്ഷം ഏക്കർ വസ്തുവുണ്ട്. അവർ 3-ാം സ്ഥാനത്താണ്. അതായത് റെയിൽവേ, ഡിഫൻസ്, അതിനുശേഷം കൂടുതൽ വസ്തു കൈവശം വെച്ചിരിക്കുന്നത് 2 സ്റ്റേറ്റാണ് മെയിൻ. തമിഴ്നാടു, തെലങ്കാന, പിന്നെ ആന്ധ്ര. 2 സ്റ്റേറ്റിലും ഇതിനേക്കാൾ ഏകദേശം 1 ലക്ഷം അധികമായ നിലം 2-3 ഹിന്ദു ഇൻഡോമെന്റ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. ഇന്ത്യനെക്കുറിച്ച് ഞാൻ ഇനി മുഴുവൻ സംസാരിച്ചിട്ടില്ല. ഇത് ഇന്ത്യ മുഴുവനും ഉണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ 7,40,000, 7,60,000 ഏക്കറൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ. പിന്നെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലർ ഇതൊക്കെ അങ്ങോട്ട് ആക്രമിച്ചെടുത്ത്, ഒരുപാട് പേര് ആക്രമിച്ചു. ഇതിൽ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, പിന്നെ മുസ്ലിംസും ഉണ്ട്. ഇതൊക്കെ മാറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്തിരിക്കേണ്ടത്? ആക്രമിച്ചവരൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കണം.
ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇനി മോശമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അനുവാദമില്ലാതെ കുടിയേറിയത് ഒഴിപ്പിക്കണമെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ താങ്കളുടെ ചിറ്റപ്പനായ അർഷദ് മദിനി സർ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ എയർപോർട്ട് കിട്ടിയത് പോലും വഖഫ് ബോർഡിന്റെ സ്ഥലത്താണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ഒന്നും ചെയ്തില്ല. നമ്മൾ മറ്റുള്ളവർ പറയുന്നൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ ആ പ്രോജക്റ്റിനെ കുറിച്ച് പറയാം. ഇതൊരു പ്രോജക്റ്റ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇന്ന് നിങ്ങൾ ഈ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അവസ്ഥയൊക്കെ നോക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല, ഞാൻ ഒരുപക്ഷെ തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്താൽ മതി. അത് കാണുന്ന സമയത്ത് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് വഖഫ് വന്നിട്ട് വഖഫ് ഫോർട്ട് അത് ഇന്ത്യയുടേതല്ല, ഏതോ അടുത്ത നാട്ടിന്റെ പോലെ അവർ നോക്കുന്നത്. അതിനെ ആദ്യം വഖഫ് ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്കറിയാവോ? എനിക്കറിഞ്ഞത് വരെ വഖഫ് ബോർഡ് ഇന്ത്യയിലെ മുസ്ലിംസ് ആണ് ആദ്യമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തത് പോലും. റൂൾസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ വഖഫ് ബോർഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സെൻട്രൽ മിനിസ്റ്റർ അത് ഉണ്ടാക്കണമെങ്കിൽ സെൻട്രൽ മിനിസ്റ്റർ ആണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതൊക്കെ. ആദ്യം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ SGPC പോലെ ചെയ്താൽ പോരായിരുന്നോ? ശ്രീമണി ഗുരുദ്വാര അരവിന്ദർ കമ്മ്യൂണിറ്റി പോലെ ചെയ്താൽ പോരെ? ഇതും അതുപോലെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെ അവരവർ പിടിച്ചിരുത്തുന്നേ ഉള്ളൂ. സെലക്ഷൻ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പാർട്സിൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഇലക്ഷനും നടത്തുന്നുണ്ട്. അവരുടെ കൂടെ നിന്ന് ഒരാൾ വരുന്നുണ്ട്, ഓരോ ഏരിയയിൽ നിന്നും വരുന്നുണ്ട്. ഇതൊരു വലിയ ഡിബേറ്റും ആണ്. ഇത് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ഇനി ഓരോ ദിവസവും മോശമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഉലൈമായി എന്ത് ഇംപ്രഷനാണ് നൽകുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ വസ്തുക്കളിലും യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ കൈവശപ്പെടുത്തലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്രമണമൊക്കെ എങ്ങനെ അവസാനിപ്പിക്കേണ്ടത്? എന്നാ പിന്നെ ആ പ്രോസസ് അങ്ങോട്ട് സ്ട്രോങ് ആക്കണം. അപ്പൊ അത് കുറച്ചുകൂടെ ഈസി ആവൂലേ? ആക്രമിക്കുന്നവനെ ആക്രമിക്കാന്ന് വിടാൻ പറ്റും. പറ്റി 2005 ഞാനൊന്ന് വായിച്ചിരുന്നു. താജ്മഹലും വഖഫ് ബോർഡിന്റെ വസ്തുവാണെന്നാണ് പറയുന്നത്. പറയുന്നവരൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. സാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ താജ്മഹൽ ഒരുപക്ഷെ വഖഫുടെ സ്ഥലമാണെങ്കിൽ വഖഫുടെ സ്ഥലമൊക്കെ ASIയുടെ കൺട്രോളിലാണ് ഉള്ളതൊക്കെ. രണ്ടുപേരുടെ അടുത്തുള്ള നല്ല പ്രോപ്പർട്ടീസ് എല്ലാ കയ്യിലാണ് ഉള്ളത്. ഒരുപക്ഷെ അത് നമുക്ക് വഖഫുടെ സ്ഥലമാണെന്ന് വെച്ചേക്കാം. അതെവിടെ പോകാൻ പോകുന്നു? ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇതൊക്കെ ആലോചിക്കൂ. ഈ സ്ഥലം എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ആരുടെ അടുത്തോട്ട് പോകാൻ പോവാണ്? അതൊന്നും ചൈനയ്ക്ക് പോകാൻ പോവല്ലോ. ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ നാടിന്റെ പേരൊന്നും പറയണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൈനയ്ക്ക് പോകുന്നോ? നേപ്പാളിലോട്ട് പോകുന്നോ? എങ്ങോട്ടും പോകാൻ പോകുന്നില്ലല്ലോ. ഇന്ത്യയിലെ സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇരിക്കുള്ളൂ. അതിനുശേഷം ഞങ്ങളെക്കുറിച്ച് ഇന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ എൻവിറോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ മനുഷ്യരൊന്നുമല്ല, എവിടുന്നോ ഇറങ്ങി വന്നതാ. വേറെ ലോകത്തുനിന്ന് വന്ന ഏലിയനെ പോലെയാണ് നോക്കുന്നത്. മുസ്ലിംസ്, ഇന്ത്യൻ മുസ്ലിംസിനെയാണ് പറയുന്നത്. ഞങ്ങൾ എവിടെ ഇരിക്കണമെന്നുള്ളത്, ഞങ്ങൾക്ക് എവിടെ ഇരിക്കണമെന്ന് ഓപ്ഷൻസ് കിട്ടിയിരുന്നു. ഞാൻ പിന്നെ ഈ കാര്യം തന്നെ പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് ചോയ്സസ് ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ ഇന്ത്യയാണ് ചൂസ് ചെയ്തത്. അതും വളരെ പെക്യുലറായിട്ടാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യമേ പറയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ മുസ്ലിംസിന് ഇരിക്കുന്നതിന് ഇന്ത്യയേക്കാൾ വേറൊരു നല്ല സ്ഥലമില്ല. പക്ഷേ ഇന്ന് ഒരു കഷ്ടമായ അവസ്ഥയിലാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. എല്ലാം കൂടെ ആലോചിക്കേണ്ട അവസ്ഥയിലാണ്. ഉണ്ടോ ഇല്ലയോ, ഈ ചാൻസ് പിന്നെയും കിട്ടുമോ, കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പറയാവോ വേണ്ടോ എന്നുള്ള ചിന്തയിലാണ് ശരിക്കും. സോ അതുപോലത്തെ സിറ്റുവേഷനിൽ നിന്ന് എടുക്കുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഒരിടത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം തമിഴ്നാട്ടിൽ 1500 വർഷം പഴയ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു മുസ്ലിം പോലും ഇല്ല. അവിടെ ഉള്ളവരെല്ലാം ഹിന്ദുക്കളാണ്. പക്ഷെ അവിടെ ഒരു അമ്പലമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വഖഫ് ബോർഡിന്റെ വസ്തുവാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ ഈ സ്റ്റുഡിയോയെ ഒരു വഖഫുടെ സ്ഥലമാണെന്നെങ്ങാനും പറഞ്ഞാൽ എന്നെ കൊണ്ടത് പറയാൻ കഴിയുമോ? ഇപ്പോൾ ആരെങ്കിലും സമ്മതിക്കോ? അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ ഇന്നിവിടെ? ഇപ്പൊ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ട്രിബ്യൂണൽ, എസ്പെഷ്യലി ട്രിബ്യൂണലിന്റെ മേത്താണ് എല്ലാ പ്രശ്നങ്ങളും. ഇപ്പോ ട്രിബ്യൂണലാണ് പ്രോബ്ലം. ഇവിടെ ട്രിബ്യൂണൽ ആരാണ് ഉണ്ടാക്കുന്നത്? നോർമൽ കോർട്ടാണ്. ഒരു നോർമൽ കോർട്ടിനെ സ്പെഷ്യൽ ആക്ട് മൂലം ഇതൊരു വർക്ക് ഫോർ ട്രിബ്യൂണൽ ആണെന്ന് അത് തന്നെയാണ് ആക്ട് കൊടുക്കുന്നത്. ശരിക്കും ആ ട്രിബ്യൂണലിന് ജഡ്ജ്മെന്റ് കൊടുക്കുന്ന ആളുകള് അന്നവിടെ ആ ജഡ്ജ്മെന്റ് കൊടുക്കാൻ പോകുന്നത് ഞാനല്ല. അല്ലെങ്കിൽ നിങ്ങളും അവിടെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല. ഇവിടെ മുസ്ലിംസ് ഒക്കെ ചേർന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. വഖഫ് ബോർഡിനുള്ള അർത്ഥം മുസ്ലിംസ് ഇതൊക്കെ ആക്രമിച്ചു എന്നുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഇങ്ങനത്തെ തെറ്റായ ഇൻസിഡന്റ് വല്ലതും നടക്കുവാണെങ്കിൽ അവർ പറയുന്നത് കൊണ്ട് മാത്രം ഇത് സ്വന്തം ആവുമോ? എന്താ, ഇതിനു വേണ്ടി ഒരു പ്രോസസ്സ് തന്നെ ഉണ്ട്. വഖഫ് ബോർഡിനെ പറ്റി ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് എവിടെ ഒരു കർച്ചീഫ് ഇടുന്നോ അത് അവർക്ക് സ്വന്തമായ നിങ്ങൾ പറയൂ സാർ,
നമുക്ക് ഇതിന് തനിച്ചൊരു ഡിബേറ്റ് തന്നെ വെച്ചേക്കാം എന്നാ. ഞാൻ അതിനുവേണ്ടി ഒരു ഫുൾ പ്രിപ്പറേഷൻ ആയിട്ട് തന്നെ വന്നേക്കാന്നേ. എന്തോ ഒരു സ്ഥലത്ത് ഇരുന്നിരിക്കുക, അല്ലെ എന്തോ ഒരു പേരായിരുന്നിരിക്കുക, എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ ട്രിബ്യൂണൽ ഉണ്ടല്ലോ, ഈ ട്രിബ്യൂണൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വിധത്തിലുള്ള ട്രിബ്യൂണലുണ്ട്. പിന്നെ ഒരുപാടുണ്ടല്ലോ. പിന്നെ ഈ സ്പെഷ്യൽ ആക്ട്സിന് വേണ്ടിയുള്ള ഔക്കാഫ്ക്ക് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇൻകം ടാക്സ് പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെന്ന് വെച്ച് ഇത് മെയിൻ കാര്യത്തിൽ നിന്ന് ഇങ്ങനെ അധികമായിട്ടുണ്ടെന്നുള്ള കാര്യവും അല്ല. അങ്ങനെയൊന്നും ഒട്ടും തന്നെ അല്ല. ഇപ്പോൾ ഈ പ്രശ്നം പാർലമെന്റിലുണ്ട്, അതുപോലെ JPCയിലുണ്ട്. ഒരു പ്രശ്നം പാർലമെന്റ് JPCയിൽ എടുത്തുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെത്. പബ്ലിക് ഡിസ്പോസ് എന്താന്ന് വെച്ചാൽ എല്ലാവരെയും ഇവിടെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പം എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എവിടുന്നാ വരുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വഖഫ് മുഴുവനായിട്ട് ഒരു സിസ്റ്റം തന്നെ. പബ്ലിക് പ്ലേസസും ഒരേ സ്ഥലത്തേക്ക് പോകുന്നല്ല പറയുന്നത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം പറയാം. ഷിംല, അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും നടുവിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടേയില്ല. ഒരാൾ അവിടെയുള്ള ഒരു വസ്തുവിൽ ഒരു മുസ്ലിം പള്ളി പണിയുന്നു. ഇപ്പോൾ അത് എതിർത്തുകൊണ്ട് പലരും പോരാട്ടം നടത്തുന്നു. പലരും പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ റോഹിംഗ്യൻ മുസ്ലിംസ് വന്നിരിക്കുന്നു, അവർ ഞങ്ങളുടെ മാർക്കറ്റ് കൈവശപ്പെടുത്തി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്നാണ് അവർ പറയുന്നത്. ഇതിനെപ്പറ്റി എന്തു പറയുന്നു? നോക്കൂ, പർട്ടിക്കുലർലി ഷിംലയെക്കുറിച്ച് തന്നെ പർട്ടിക്കുലർലി അങ്ങനെ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ പർട്ടിക്കുലർലി അതിനോട് തന്നെ ഫോക്കസ് ആയി പോവും. ഞാനെന്താ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു വെച്ചാൽ ഒരു പ്രോജക്റ്റും പിന്നെ അതിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ചും. സിസ്റ്റത്തെ സംബന്ധിച്ച് എന്തൊക്കെ തെറ്റുകൾ നടക്കുന്നോ അതെല്ലാം റെഡിയാക്കണം. എല്ലാ സിസ്റ്റത്തിലും, എല്ലാ ആക്ടിലും, എല്ലാ റൂളിലും അതിനായിട്ടുള്ള അമെൻമെന്റ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ കൺസേൺ, അതായത് കൺസേൺ ഈ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് അവരുള്ളത്. അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് എൻവിറോൺമെന്റിലാണ് ഇത് ശരിയാക്കേണ്ടത്. മനസ്സിലായോ? കേട്ടോളൂ. ഇതിനെക്കുറിച്ചൊരു ഞാൻ സ്പെസിഫിക് കാര്യം പറയാം. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഷിംലയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഷിംലയെക്കുറിച്ച് പറയാം. എനിക്കറിഞ്ഞതുവരെ പറയാം. ഞാൻ എനിക്കറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയാം. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ. ഇതിൽ 2 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന്, പെർമിഷൻ അവർ മേടിക്കുന്നുണ്ട് പക്ഷേ വലുതാക്കുന്നുമുണ്ട്. അതിൽ സിസ്റ്റത്തിന് സ്ഥാനമുണ്ട്. അതായത് ആ ബാഹ അവർ പൊട്ടിക്കും, ഇല്ലെങ്കിൽ അത് പിന്നെ ഡാമേജ് ആണെന്നും പറഞ്ഞ് ഫൈൻ എന്തെങ്കിലും ഇട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നോർമൽ സിസ്റ്റത്തിനെ പോലെ തന്നെയൊക്കെയാണ്. ആ സിസ്റ്റമിലും ഓരോ കാര്യങ്ങളും, അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കാര്യം ആയിക്കോട്ടെ, എല്ലാവർക്കും ഓരോ റൂളും സിസ്റ്റവും ഉണ്ട്. അതിൻ്റെ മേത്താണ് ഇംപ്ലിമെന്റേഷൻ നടന്ന എല്ലാം ഗ്രോ ആകേണ്ടത്. ഈക്വലാണ്. ഇനി അടുത്തതായിട്ട് അവിടെയുള്ളവർ പറയുന്നത്, അതായത് അവരുടെ മാർക്കറ്റ് ആക്രമിച്ചതായിട്ട് അവർ പറയുന്നത് രോഹിംഗ്യാസ്. സോ എനിക്ക് രോഹിംഗ്യാസ് ആരാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവർക്കൊക്കെ ഓരോ അടയാളമുണ്ട്. ഒരുപക്ഷെ എൻ്റെ അടുത്ത് അതുണ്ടെങ്കിൽ ഞാനും അങ്ങനെയാവും എന്ന് വെച്ച് അവരങ്ങനെ കരുതുന്നതൊക്കെ വളരെ തെറ്റാണ്. നിങ്ങൾ ആദ്യം ഒരു സിസ്റ്റത്തിലോട്ട് പോകൂ. അതിലൊരു ഇന്റലിജൻസ് ഉണ്ട്, അതിലൊരു ഏജൻസി ഉണ്ട്. ശരിക്കും പറയണമെങ്കിൽ എല്ലാത്തിലും എല്ലാവരും ഉണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ഒരാള് ഡൽഹിയിലുള്ളവര്, ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കുവാണെങ്കിൽ എന്തോ ഒരു സ്ഥലത്താണ് എന്തോ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. ജമ്മുലിലി നടക്കുവാണ്. 50 വർഷമായിട്ട് അവിടെ ഒരാളുള്ളതും അദ്ദേഹം അവിടുന്ന് ഓടേണ്ട അവസ്ഥയായിപ്പോയി. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരാൾ ചെയ്യുന്ന തെറ്റും കൊണ്ടാണ് എല്ലാവർക്കും ആ കമ്മ്യൂണിറ്റിയിൽ ചീത്തപ്പേര്. അതിൻ്റെ ഒപ്പം മേജർ മിസറിറ്റോറിയൻ ആ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിന് വളരെ നല്ലതാണ്. ഒരു കാര്യം ചോദിച്ചാൽ അതിനെപ്പറ്റി താങ്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഹിമാചൽ പ്രദേശിനെ പറ്റി പറഞ്ഞു. ഗുജറാത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ എന്ത് ഇംപ്രഷനാണെന്ന് വെച്ചാൽ മുസ്ലിംസ് മറ്റ് രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറിയിരിക്കുന്നു. അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ട്, റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ട്. ഇവർ കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി മൊത്തത്തിൽ മാറുകയാണെന്ന്. ഇപ്പോ ജമുലയുടെ കാര്യം തന്നെ എടുത്തോളൂ. അവിടെ എന്തോ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ നോക്കൂ. ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്ത് അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തോ ഒരു ഫാമിലീസ് ഉണ്ടെന്ന് നോക്കണം, എന്തോ ഒരു ബിസിനസ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒരു സർവേ എടുത്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ടോട്ടൽ എത്ര പേരുണ്ട്, പഴയ ആൾക്കാർ എത്ര പേര് വന്നിട്ടുണ്ട്, അതിൽ പുതിയ ആൾക്കാർ എത്ര, നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരാൾ ബിസിനസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹം എവിടെ നിന്നാണ് വന്നേക്കുന്നത്? അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുപോലെ ഈസി ആയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനായിട്ടുള്ള സ്റ്റേറ്റ് ഏജൻസി ഉണ്ട്, പിന്നെ അതിനുള്ള സിസ്റ്റവും ഉണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം ഇത് മുഖേന ലോ ആൻഡ് ഓർഡർ ശരിക്കും ഇല്ലാതായിരിക്കുകയാണെന്ന്. അവരുടെ അംഗസംഖ്യ കൂടിയതുകൊണ്ട് പ്രശ്നങ്ങളും കൂടിയിരിക്കുകയാണ്. ഞാൻ റീസെന്റ് ടിവിയിലൊരു പ്രോഗ്രാം കണ്ടോണ്ടിരുന്നു. 5 ദിവസത്തിന് മുമ്പ് ഇങ്ങടെ ഈ ചാനലിൽ തന്നെ കണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ആൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, അതായത് 2 വർഷത്തിൽ എന്തോരം കേസസ് ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന കാര്യം.
ഇന്ന് നിങ്ങൾ പറയുന്നു ദേഷ്യത്തിലാണുള്ള വഴക്കിടാൻ വന്നതാണെന്നൊക്കെ. മുമ്പ് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എടുത്ത് നോക്കണം ഈ 2 വർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ. ഇതൊക്കെ വെച്ച് സത്യം വെച്ച് എവിഡൻസോടെ പറയട്ടെ. റിയാലിറ്റി വേറെയാണ്, പെർസെപ്ഷൻ വേറെയാണ്. ഇതിലെന്താ കഷ്ടം എന്ന് വെച്ചാൽ പെർസെപ്ഷനൊക്കെ അവരങ്ങനെ മാറ്റിയെടുത്തതാണ്. ഞങ്ങളെ കുറ്റം പറയും. കൺസൾട്ടേഷൻ ചെയ്തില്ല എന്നുള്ള ഒരു പ്രസംഷനിലാണോ താങ്കളുള്ളത്? ഇല്ല, ഇത് ഞങ്ങളുടെ പെർസെപ്ഷൻ അല്ല സാർ, ഇതാണ് റിയാലിറ്റി. ശരിക്കുമാണ് സാർ. ആരുടെ കൺസൾട്ടേഷൻ ചെയ്യുന്നത് പറയണം. അതായത് പാർലമെന്റിൽ കിരൺ റിജിജു ബിൽ അവതരിപ്പിച്ചപ്പോൾ എനിക്കത് കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ബേസസ് യഥാർത്ഥ കമ്മ്യൂണിറ്റി റിപ്പോർട്ട്, അതിന്റെ ബേസസ് JPCയുടെ കഴിഞ്ഞകാല റിപ്പോർട്ട്, ഞങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പക്കൽ നിന്നും ഡൽഹിയിൽ നിന്നും പാറ്റ്നയിൽ നിന്നും ബംഗാളിൽ നിന്നും അവിടെയൊക്കെ ഉള്ളവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചെന്ന് പറയുന്നു. അവരല്ലേ പറയുന്നത്, അത് അപ്പൊ അവരുടെ ക്ലെയിമാണ്. ഞങ്ങളുടെ ക്ലെയിം എന്താന്ന് വെച്ചാൽ ഈ കൺസൾട്ടേഷൻ സംഭവിച്ചിട്ടേ ഇല്ലെന്ന്. എല്ലാവർക്കും കൺസൾട്ടേഷന് ഒരു പ്രോസസ്സ് ഉണ്ടാവും. അതെല്ലാം ശരിക്കും ഓപ്പൺ പ്രോസസ് ആണ് സാർ. ഓപ്പൺ പ്രോസസ്സിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നിങ്ങൾ പോയി ചോദിക്കും, എല്ലാത്തിനും ആൻസർ കിട്ടും. പിന്നെ ഞാൻ സമ്മതിച്ചോളാം. പക്ഷേ കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ മാറ്റം സംഭവിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ശരിയായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. SPGC പോലെയാണ് ഇതിനെയും ഗൗരവിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വഖഫ് ബോർഡ് ഫോർമേഷനും SGPC പോലെ തന്നെയാണ് ഇരിക്കേണ്ടത്. ഈ സജഷൻസ് എല്ലാം പാർലമെന്ററി JPCയിൽ പോകും. ഞങ്ങൾ അയച്ചുകൊണ്ടായിരിക്കുന്നത്, അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ടതിനി. അതോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങളും നടത്തുന്നു. ആവശ്യമുണ്ടെങ്കിൽ റോട്ടിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ഡെമോക്രസി അല്ലേ, അതൊക്കെ ഇവിടെ നടന്നേ പറ്റുള്ളൂ സാർ. ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ സാർ ഇവിടെ. തീർച്ചയായിട്ടും എല്ലാം നല്ല രീതിക്ക് നടക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്തേ പറ്റുള്ളൂ സാർ ഇവിടെയൊക്കെ. അതല്ലേ നമുക്കും ആവശ്യം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മൗലാന മെഹമൂദ് മദിനിയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഹലാൽ വേറെയാണ്, ജഡ്ക വേറെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യം നിങ്ങൾ ഒരു കാര്യം പറയണം, അതായത് എന്റെ ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ ടൂത്ത് പേസ്റ്റിൽ ജഡ്ക ഹലാൽ എങ്ങനെയുണ്ട്? അല്ല, ടൂത്ത് പേസ്റ്റില് വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ജമീത്ത ഉൽമ ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹമൂദ് മദിനിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജമിയത്ത് ഉലൈമ ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹമൂദ് മദിനിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം മതത്തിന്റെ പേരിൽ അദ്ദേഹം തന്റെ കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ്. ജമിയത്ത് ഉലൈമ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ്, അത് ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇതിനാവശ്യമുള്ള സർട്ടിഫിക്കറ്റ് താങ്കൾ ഇഷ്യൂ ചെയ്യുന്നു. ഇത് വെച്ച് താങ്കൾ ധാരാളം സമ്പാദിക്കുന്നുണ്ട്, ഇതൊരു വലിയ ബിസിനസ് ആണെന്നും പറയുന്നു. അതിലെന്ത് തെറ്റാ ഉള്ളത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാം തന്നെ പ്രസന്റ് ചെയ്യുമല്ലേ. ഇതിലെന്തോ ഒരു ടാക്സ് കിട്ടുന്നത്, എന്തോ ഒരു ചെലവുണ്ട്, എന്തോ ഒരു സർപ്ലസ് ആണുള്ളതെന്നും. ഇത് ബിസിനസ് അല്ല, ഇത് സർവീസാണ്. ഇതൊട്ടും ബിസിനസ് തന്നെയല്ല, ഇത് ശരിക്കും സർവീസാണ് സാർ. ഇതെപ്പോഴാണ് ബിസിനസ് ആവുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ്, എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസ് കൂടെ എടുത്തു കഴിയുമ്പോൾ എന്തോരാണ് പ്രോഫിറ്റ് ഉള്ളതെന്ന്, എന്താണോ മിച്ചം വരുന്നത് ആ പ്രോഫിറ്റിന് വേണ്ടി ബിസിനസ് ചെയ്യത്തുള്ളൂ. അതാണ് കാര്യം. 3 വർഷത്തിൽ ഞാൻ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. അതുപോലെ സാർ. ഓരോ സർട്ടിഫിക്കറ്റിനും 10,000 രൂപ വാങ്ങുന്നെന്ന് ഇല്ല, അങ്ങനെയൊന്നുമല്ല. ഒരു സർട്ടിഫിക്കറ്റിന് 10,000 രൂപയൊന്നും ആവുന്നില്ല സാർ. നിങ്ങളുടെ അടുത്ത് കിട്ടിയേക്കുന്നത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. ഇത് രജിസ്ട്രേഷന് വേണ്ടി ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഈ സിസ്റ്റം ചെയ്തത് ഞങ്ങളൊന്നുമല്ല. ഈ സിസ്റ്റം മുഴുവനും ഉണ്ടാക്കിയെടുത്തത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ്, അതിൻ്റെ ഒപ്പം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ISO ആൻഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആ കൺട്രീസിന് വേണ്ടി തന്നെ അവർക്ക് വേണ്ടി തന്നെ ചില സർട്ടിഫിക്കേഷനും പ്രൊസീജിയറും ഉണ്ടാവും. അവരുടെ കൊലാബറേഷന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളതും കൂടെ വെച്ച് അവരുടെ തീരുമാനം വെച്ചാണ് ഈ സിസ്റ്റം ഫൈനലാക്കുന്നത്. അതായിരുന്നു സത്യം. മറ്റൊരു കാര്യത്തിന് വ്യക്തത വേണം. ആഹാരമാണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിലും അതിൽ താങ്കൾക്ക് ഹറാം അല്ലെങ്കിൽ ഹലാൽ എന്ന് എഴുതാം. പക്ഷേ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഓയിൽ, ഇതിലൊക്കെ എങ്ങനെ ഹറാമും ഹലാലും? അതെന്താന്ന് വെച്ചാൽ ആദ്യം നിങ്ങളൊരു കാര്യം പറയണം. എൻ്റെ ഭക്ഷണം പിന്നെ ഈ ബോട്ടിൽ വെച്ചിരിക്കുന്ന വെള്ളം, ഇതൊരു കാര്യം. പിന്നെ സമ്പാദിക്കുന്ന പൈസ, അതും ഹറാമായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതാ, ഹറാമാണ് നിങ്ങൾ പൈസയായിട്ടുണ്ടാക്കി കഴിക്കുന്നത്. ഹലാൽ റെസ്റ്റോറൻ്റാണ് തേടിക്കൊണ്ടിരിക്കുന്നതും. അതെങ്ങനെ ഹലാലാകും? നിങ്ങൾ സമ്പാദിക്കുന്നത് തന്നെ ഹറാമായിട്ടിരിക്കുമ്പോൾ പിന്നെ കഴിക്കുന്നത് മാത്രം എങ്ങനെ ഹലാലാവുന്നത്? ഇത് ഞാൻ നിങ്ങൾക്ക് ഹലാൽ എന്താന്ന് മനസ്സിലാക്കി തരാൻ പറഞ്ഞതാ. കുടിവെള്ളത്തിനും ഈ സർട്ടിഫിക്കറ്റിന്റെ തീർച്ചയായിട്ടും വെള്ളമൊക്കെ ചെക്ക് ചെയ്തേ പറ്റൂ.
കാരണം എവിടുന്നാണ് ഏത് കെമിക്കൽ മൂലമാണ് ഈ വെള്ളമൊക്കെ ക്ലീൻ ചെയ്തതെന്ന് ഒന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഏതിലിട്ടാണ് ഏത് മെഷീനകത്തിട്ടാണ് ഈ വെള്ളം ക്ലീൻ ചെയ്തതെന്ന് നോക്കിയിരിക്കണം. അതായിരിക്കും കറക്റ്റ്. പിന്നെ ഈ വെള്ളം ക്ലീൻ ആണോ ഇല്ലയോ എന്നും നോക്കണം. ഒരുപക്ഷെ ക്ലീൻ ആണെങ്കിൽ അത് ഹലാൽ, ഇല്ലെങ്കിൽ അത് ഹരാം. STFന്റെ ഓഫീസേഴ്സ് അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് എടുത്ത ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രോഡക്ട്സ് വെരിഫിക്കേഷൻ ചെയ്യാതെ തന്നെ ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വേറെയാണ്, പിന്നെ ഹലാൽ ട്രസ്റ്റ് വേറെയുമാണ്. അതിനെക്കുറിച്ച് പറയൂ, നോക്കാം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ലാബ് ടെസ്റ്റ് ചെയ്യാതെ തന്നെ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഉത്തരത്തിൽ തന്നെ 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, അവര് പറയുന്നത് കൊണ്ട് മാത്രം ഒന്നും ആവാൻ പോകുന്നില്ല. അത് കോർട്ടിലെ കാര്യം, ജുഡീഷ്യറി നോക്കിക്കോളും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയാൽ ഞങ്ങൾ ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നില്ലല്ലോ. അത് എന്റെ റിലേറ്റഡ് അല്ല. താങ്കളെ പറ്റി അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ മൗലാന മെഹ്മൂദ് മദിനി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മുഖേന 6 മണിക്കൂർ ഇൻവെസ്റ്റിഗേഷൻ 2 ദിവസം സംഭവിച്ചു, പിന്നെ 2 ദിവസം അതിനുശേഷവും സംഭവിച്ചു. ഞാൻ മാത്രമാണ് അങ്ങോട്ട് പോയത്, വേറെ ആരും അങ്ങോട്ട് വന്നു പോലും ഇല്ല. സുപ്രീം കോർട്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടി, എനിക്കും കിട്ടി, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ഞാൻ അവിടെ പോയി തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ഞാൻ താങ്കളോട് എന്ത് ചോദിച്ചു, താങ്കൾ അതിന് എന്ത് ഉത്തരം നിങ്ങളുടെ അടുത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാ. ഒരുപക്ഷെ വെള്ളം ശുദ്ധമായിട്ടില്ലെങ്കിൽ, അഴുക്കായ വെള്ളമാണെങ്കിൽ നിങ്ങൾ മെഷീനിലിട്ട് അത് ശുദ്ധമാക്കി എടുക്കുന്നു. അതൊരു അഴുക്കായ സ്ഥലത്തു നിന്നാണ് റിസോഴ്സ് ചെയ്ത് എടുക്കുന്നതും അതിനായിട്ടുള്ള സോഴ്സും അങ്ങനെ അഴുക്കായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എങ്ങനെ ഹലാലാവും? ഹലാലിനുള്ള അർത്ഥം മറ്റേ അറക്കുന്നത് മാത്രമല്ല, അത് തെറ്റായ ഒരു മനസ്ഥിതിയാണ് സാർ. ഇത്രയും നാൾ ഞങ്ങളത് വെട്ടുന്നതിന് മാത്രമാണെന്ന് കരുതി. ഹലാൽ വേറെയാണ്, ജഡ്ക വേറെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വളരെ സിമ്പിളായ വ്യത്യാസമാണ് സാർ, വളരെ ചെറിയ പാർട്ടാ. അങ്ങനെയാണെങ്കിൽ ടൂത്ത് പേസ്റ്റിൽ ജഡ്ക ഹലാൽ എങ്ങനെ ടൂത്ത് പേസ്റ്റിലെ അവർ കൊഴുപ്പാണ് കലക്കുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വെജിറ്റേറിയൻസിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ജലറ്റീനയിലെ അനിമൽസിന്റെ ബോൺസ് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അത് നമ്മുടെ വായ്ക്കകത്തിട്ട് യൂസ് ചെയ്യുന്നു, അതെങ്ങനെയാണ് ശരിയാവുന്നത്? എന്ത് വെള്ളവുമാണ് നമ്മൾ കുടിക്കുന്നത്, പിന്നെ അതിലും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഈ പ്രോസസ്സ് തന്നെയല്ല. അതായത് ഒരു അനിമലിന്റെ കൊഴുപ്പ് അവർ കലർത്തുവാന്ന് വെച്ചോളൂ. അപ്പൊ അതിലും നമ്മൾ താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടെ കണ്ടീഷൻസ് മാത്രമല്ല, ഞങ്ങൾ മാത്രം പറഞ്ഞതൊന്നും അല്ല. ഇത് ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ കണ്ടീഷൻസ് ആണ്. നിങ്ങൾ ഇത് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഇതിൽ പ്രശ്നം വരുമെന്നും പറയുന്നു. ഇതൊന്നും നടക്കൂല. ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്ത് നിർത്തിയാലേ നിങ്ങൾ അങ്ങോട്ട്. ഇതിലെനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇത് ഞങ്ങളുമല്ല സാർ. ഈ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുത്തത് ഞാനല്ല. ഈ ഓർഗനൈസേഷനൊക്കെ ഞങ്ങളുടെ അടുത്തുനിന്ന് പെർമിഷൻ മേടിച്ചെടുത്ത് ഇമ്പോർട്ടിംഗ് കൺട്രീസിൽ ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ള കാരണം അവർ വന്ന് ഈ കൺട്രീസിൽ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രോസസ് എല്ലാം തീർത്തിട്ടാണ് അവർ ഇത് ചെയ്യേണ്ടത്. അവരുടെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഒരെണ്ണം ഇല്ലേ, ആ ക്വാളിറ്റിയിൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഒരു കൺട്രീസ് മാത്രമല്ല, ഇതുപോലെ ഒരു ചില 50 കൺട്രീസോളം ഉണ്ട്. അവർക്ക് ചില റിക്വയർമെൻറ്റ്സും ഉണ്ട്. ആ റിക്വയർമെൻ്റ് ഒക്കെ ഈ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഞങ്ങളതിനെ ഹെൽപ്പല്ലേ ചെയ്യുന്നത്. വേണമെങ്കിൽ പറ, ഞങ്ങളത് കൊണ്ട് നിർത്തിയേക്കാം. മുഴുവനും ഞങ്ങളിത് നിർത്താൻ തയ്യാറുമാണ്. അതിൽ നിന്ന് കാശും കിട്ടുന്നില്ല, നാണക്കേട് മാത്രമാണ് മിച്ചം. ഇതൊക്കെ വെച്ച് നിങ്ങൾ കളിയാക്കുകയാണ്. ജനങ്ങളൊക്കെ കൈയടിച്ച് ആഘോഷിക്കുക നിങ്ങളുടെ ചോദ്യത്തിന്, നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും. ഇതാണ് സംഭവിക്കുന്നത്. താങ്കൾ പറയുന്നത് ശരിയാണ്. ഒരുപക്ഷേ അതിന്റെ ആവശ്യമില്ലെങ്കിൽ താങ്കൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ നിർത്തിയേക്കാം. നാളെ അവർ ഇത് നിർത്തുവാണെങ്കിൽ ഞങ്ങൾ ഇന്ന് നിർത്തിയേക്കാം. ഇന്ന് നിർത്തുവാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ നിർത്താം. ജമിയാത്ത് എന്നവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെണ്ണുങ്ങളൊക്കെ ബുർഗ ഇടണമെന്ന് പറയുന്നു. പെണ്ണുങ്ങളും ആണുങ്ങളും തനിത്തനിയെ പഠിക്കണമെന്ന് പറയുന്നു. പെണ്ണുങ്ങൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം, അവർക്ക് ബുർഗയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് തോന്നുന്നില്ലേ? ആഹാ, നിങ്ങൾ ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു തെറ്റുമില്ല, ശരിയായ ക്വസ്റ്റ്യനാ. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ബുർക്കയിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നാണ് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ചോദ്യം. എൻ്റെ ചിന്ത എന്താന്ന് വെച്ചാൽ ബുർക്കയിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ, പെണ്ണുങ്ങൾക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടണം, അതും ഫസ്റ്റ് ക്ലാസ് ആയിട്ട്. അതായത് ഒരു പെണ്ണ് ബുർക്ക ഇട്ടില്ലെന്ന് വെച്ചോളൂ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളെ തന്നെ എടുത്തോളൂ. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടണം, അതിനേറ്റ ഒരു എൻവിറോൺമെൻറ്റ് നിങ്ങൾക്ക് അതിനേറ്റ പോലെ കിട്ടിയിരിക്കണം.
ഇപ്പം നിങ്ങൾ തന്നെ ഹിജാബ് ഇട്ടിട്ടുണ്ട്. ആ ഹിജാബ് നിങ്ങൾ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ നല്ലൊരു സേഫ് ഫീലിംഗ് ആകത്തില്ലേ? അങ്ങനെയല്ലേ? അപ്പം നിങ്ങൾ അത്ര നല്ല രീതിയിൽ ഫീൽ ചെയ്യുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഹിജാബ് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ലെന്ന് വെച്ചാൽ, ഇങ്ങനൊരു അവസ്ഥയുള്ളപ്പോൾ ഇതാണോ നല്ല കാര്യം അല്ല അതാണോ നല്ല കാര്യം? ഞങ്ങളുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഹിജാബ് ഇടണ്ടെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആശംസകൾ. നിങ്ങൾ ഇവരൊക്കെ ഹിജാബ് ഇടാത്തത് കൊണ്ട്, ഇവരൊക്കെ ഇത് ഇടാത്തത് കൊണ്ട് ഇങ്ങനെ ഇവർ സേഫായിട്ട് ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥമെന്ന്. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയായാലും പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. എൻ്റെ മോള്, നിങ്ങളുടെ അനിയത്തി, എൻ്റെ അനിയത്തി, അവർ നല്ല രീതിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ, പെണ്ണുങ്ങളും ആണുങ്ങളും ഉള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സേഫായിട്ട് അവർ ഫീൽ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ, എനിക്കറിഞ്ഞത് വരെ എഡ്യൂക്കേഷൻ നന്നായിട്ട് കൊടുക്കണം. അതിനുവേണ്ടി പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടണമെങ്കിൽ ഞങ്ങളത് ചെയ്യും. ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക്. ഞങ്ങൾ തീർച്ചയായിട്ടും പഠിപ്പിക്കും. പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങളുടെ നിക്കാഹ് കാരണം കൊണ്ടും നിങ്ങളുടെ ഹിജാബിന്റെ കാരണം കൊണ്ടും ഇല്ലെങ്കിൽ ഈ ബുർക്ക കൊണ്ടും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കുറേ ഇരിപ്പുണ്ട്. ഇങ്ങനെ അറിയാവുന്ന കാര്യമല്ലേ? ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, പെണ്ണുങ്ങൾക്ക് വേണ്ടി തന്നെ തനിച്ചൊരു യൂണിവേഴ്സിറ്റി തന്നെ ക്രിയേറ്റ് ആക്കണമെന്നാണ്. പെണ്ണുങ്ങൾക്കായിട്ടുള്ള തനിച്ചൊരു മെഡിക്കൽ കോളേജും വേണം. അത് വേണമല്ലോ. നമ്മുടെ കോളേജസിൽ മെഡിക്കൽ കോളേജ് ഒരുപാടുണ്ട്. അതിൽ പെണ്ണുങ്ങൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. സോ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, പെണ്ണുങ്ങൾക്ക് ഉറപ്പായിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. അതിനുവേണ്ടി തനിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്നാ. അപ്പം എല്ലാവരുടെ ഒപ്പവും പഠിക്കുന്നതിൽ അവർ കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ അവിടെ തന്നെ ചാൻസ് കിട്ടിയാൽ വളരെ സന്തോഷമാണത്. അല്ലല്ല, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു. ദാരുൽ ഉലൂം ദിയോബന്ദിന് അവിടെ സ്ത്രീകൾ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബുർഖ ധരിക്കണമെന്നാണ്. ഇല്ല, അവിടെ പെണ്ണുങ്ങൾ പഠിക്കുന്നതില്ല സാർ. പക്ഷേ പെണ്ണുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി തന്നെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ശരിക്കും ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അതിന്റെ ഒപ്പം തീർച്ചയായും വളരെ മോശമായ ഒരു കാര്യമല്ലേ ലോക പ്രശസ്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇല്ല, ഞങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് എതിരായിട്ടുള്ളവർ തന്നെയാണ്. മിക്സ് ചെയ്യാൻ ഞാൻ തന്നെ ഒരു എതിരാളിയാണ് സാർ. ചില ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, അത് എല്ലാവർക്കും കിട്ടണം. മിക്സ് ആകാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഈക്വൽ ഓപ്പർച്യൂണിറ്റി നൽകില്ല. ഞങ്ങൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആർക്ക് എവിടെ ചാൻസ് കിട്ടുന്നോ അവർക്ക് അവിടെ നന്നായിട്ട് പഠിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മൗലാന മെഹ്മൂദ് മദീനയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. നിങ്ങളാണ് പറഞ്ഞത്, അതായത് മോഡി സാറിനെ ഞാൻ നല്ലപോലെ അഭിനന്ദിക്കുന്നുണ്ടെന്ന്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ പാടില്ല, വെറുക്കണമെന്നാണ് നിങ്ങളീ പറഞ്ഞു വരുന്നത്. അതെങ്ങനെ സാധ്യമാകും? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ജമിയത്ത് ഉൽമ ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹ്മൂദ് മദീനിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജമിയത്ത് ഉൽമ ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹ്മൂദ് മദീനിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹം ഹിഡൻ പൊളിറ്റിക്സ് നടത്തുന്നു എന്നുള്ളതാണ്. മൗലാന സാർ, എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കൾ രാഷ്ട്രീയത്തിലില്ല, പക്ഷേ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. താങ്കൾ നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു, അമിത്ഷയെ മീറ്റ് ചെയ്യുന്നു, RSSനോടൊപ്പം സംസാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരു നാടിന്റെ സിറ്റിസൺസാ. നല്ലതും ചീത്തയും എല്ലാം ഇവിടെ ഓരോരുത്തർക്കും സമമായിട്ടുള്ളതാണല്ലോ. നാട് നന്നായിട്ടിരുന്നാ എല്ലാവർക്കും നല്ല കാര്യം തന്നെയല്ലേ? നാട്ടിൽ എന്തെങ്കിലും ഒരു തെറ്റ് നടന്നാൽ അതെല്ലാവർക്കും കഷ്ടം തന്നെയാണല്ലോ. രാഷ്ട്രീയം എപ്പോഴും മറച്ചു ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ രാഷ്ട്രീയമൊന്നും കാണിക്കാറില്ല സാർ. പക്ഷെ നാടിനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല പണിയെടുത്താൽ അത് ഞങ്ങൾ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യും. തെറ്റ് ചെയ്താൽ അവരെ എതിർത്തും നിൽക്കും. ഇത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അവരെ പോയി ഞങ്ങൾ കാണുകയും ചെയ്യും. എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയുള്ളൂ. നല്ല കാര്യം ചെയ്യുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത്, ഇതൊന്നും രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ആവശ്യമാണ്. ഈ നാടിൻ്റെ ആവശ്യമാണ്. കണ്ടില്ലെങ്കിൽ എങ്ങനെ സംസാരിക്കും, എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഇത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇത് ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതാണ്. താങ്കൾ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിക് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു, അദ്ദേഹത്തിന് അവിടെ നിന്ന് അവാർഡ് കിട്ടുന്നു. ഇത് നല്ല കാര്യമാണെന്നാണോ പറയുന്നത്? അതെ, ഇത് എൻ്റെ നാടാ. എൻ്റെ നാടിൻ്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കിട്ടുവാണെങ്കിൽ നാടിന് കിട്ടിയതുപോലെ തന്നെയല്ലേ സാർ? ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പോളിസിക്കും ഞാൻ മര്യാദ കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ ഫോളോവും ചെയ്യുന്നുണ്ട്. ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്, ചില കാര്യങ്ങളുടെ മേലെ ഡിസഗ്രിമെൻറ്റ്സ് വലിയ രീതിയിലുണ്ട്. പക്ഷെ നാടിൻ്റെ പുറത്ത് പോയാൽ ആരെങ്കിലും നാണം കെടുത്തണമെന്ന് അവർ ട്രൈ ചെയ്തു പോലും ഇരുന്നാൽ അതിനുവേണ്ടി ഞങ്ങൾ ജീവൻ പോലും തരാൻ തയ്യാറാണ് സാർ. എതിർത്ത് നിൽക്കും.
മദനി സർ, നമ്മുടെ രാജ്യത്തുള്ള വ്യക്തികൾ അന്യരാജ്യത്ത് പോയിട്ട് ഇവിടെയുള്ള മുസ്ലിംസിന് അന്യായം നടക്കുന്നു എന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാഹചര്യം വളരെ മോശമാണെന്നും അമേരിക്കയിലും UK-യിലും എല്ലാം പോയി പറയുകയാണ്. ഇത് ഞാനും പറയും. ഒരു പക്ഷേ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പറഞ്ഞേനെ. ഒരു പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പ് ഇതുവരെ എടുത്തില്ലെന്ന് വെച്ചാൽ ഇവിടുന്നും വിഷമിക്കും, പിന്നെ വെളിനാട്ടിൽ പോയിരുന്നും വിഷമിച്ച് കരയണ്ടല്ലോ സാർ. കരഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഹർഷത് മദനി, തെറ്റായ ഒരു കാര്യമാണ് സാർ. അതായത് ഹർഷത് മദനി സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ മോശമായെന്ന്. എങ്ങനെയുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് വെച്ചാൽ ജീവനോടിരിക്കാൻ ഒരു അർഹതയില്ലാത്ത രീതിയിലാക്കിയെന്ന്. സാർ, ഒരു സൈഡിൽ ഇങ്ങനെ മീഡിയ ഇരിപ്പുണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ ഡിഫറൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം വന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ സാർ ഇതുവരെ? ഒരുപക്ഷെ ഇതിനായിട്ടുള്ള കറക്ഷൻ നമ്മൾ ചെയ്തില്ലെങ്കിൽ, കറക്ഷന് വേണ്ടി ഒരു സിൻസിയർ എഫേർട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഗവൺമെൻറ്റും മീഡിയയിൽ നിന്നും പിന്നെ സിവിൽ സർവീസ് സൊസൈറ്റിയിൽ നിന്നും ഇത് നാടിനൊരു നല്ല കാര്യമൊന്നുമല്ല, ഇതൊരു ദ്രോഹമാണെന്ന് ഞാൻ പറയത്തുള്ളൂ സാർ. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ മാറ്റി എഴുതാനായിട്ട് നമ്മളൊക്കെ എഫേർട്ട് ഇട്ട് പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ സാർ. വളരെ ടഫാണ് സിറ്റുവേഷൻ. ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചതിന്റെ ഉദ്ദേശം തന്നെ ഇതാണ്. അതെ സാർ. നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഈ സിറ്റുവേഷൻ മാറ്റിയെടുക്കണമെന്നുള്ളത് തന്നെയാണ്. അതെ. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ മോട്ടോ എന്താണെന്ന് വെച്ചാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. അതിൽ തെറ്റുണ്ടോ? എനിക്കറിയില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല സാർ. എനിക്കത് തോന്നിയില്ല. ഇതിനു വേണ്ടി എന്തൊക്കെ സിൻസിയർ എഫേർട്ട് എടുക്കണോ അതൊന്നും എടുത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാർ. ഇതുവരെ തോന്നിയിട്ടില്ല സാർ, അതാണ് സത്യവും. പക്ഷേ ഇവിടെ ഭരിക്കുന്നവർ പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റേഷനിലോ ഇലക്ട്രിസിറ്റിയിലോ വീട് നൽകുന്നതിലോ ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള മതവേർപാടുകളും കാണിക്കുന്നില്ലെന്നാണ്. നല്ല കാര്യമാണ് സാർ. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ജസ്റ്റിസിൽ, ലോയിൽ ഓരോ ഇതിലും കറക്റ്റായ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവണം. ഈക്വാലിറ്റിയും തീർച്ചയായിട്ടും വേണം. അപ്പം ഞാൻ സമ്മതിക്കാം. ഒരു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് വെച്ചാൽ അതിനുശേഷം ഈക്വാലിറ്റിയും എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ എന്തർത്ഥമായിട്ടിരിക്കുന്നത്? എന്താണ് നടന്നില്ലെന്ന് നിങ്ങൾ പറയുന്നത്? ജസ്റ്റിസ്, ലാ, അതിനായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ഇല്ല. അതിൻ്റെ ഒപ്പം ആളുകൾക്ക് റെസ്പെക്റ്റ്, ഈ 3-4 കാര്യങ്ങളും ആൾക്കാർക്ക് വലിയ കാര്യമാണ് സാർ, വളരെ വലിയ കാര്യമാണ്. ലോ എല്ലാവർക്കും തന്നെ ഈക്വലാണ് സാർ. അത് ഈക്വലായിട്ടിരിക്കണം, പുറത്തും അറിയണമല്ലോ സാർ. താങ്കൾ എന്താ കരുതുന്നതെന്ന് വെച്ചാൽ ബുൾഡോസർ കയറ്റുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അനീതി സംഭവിക്കുന്നു എന്ന്. ഇതിനെതിരായിട്ട് താങ്കൾ സുപ്രീം കോടതി ചാലഞ്ചും ചെയ്തു. അത് ഞാനും ചെയ്തു. പക്ഷേ സുപ്രീം കോടതി പോകേണ്ട ആവശ്യങ്ങൾ വന്നിരിക്കാൻ പാടില്ല. ഗവൺമെൻറ് പറയുന്നത് പോലെ എല്ലാവരും ഈക്വലാന്നാണ് പറയുന്നത്, പക്ഷേ അവിടെ പോകേണ്ട ആവശ്യങ്ങൾ വന്നിരിക്കാൻ പാടില്ല. സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കരുത്. പക്ഷേ വേറെ വഴിയില്ലാണ്ടാണ് ഞാൻ പോയത് അങ്ങോട്ട്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റണം, സിസ്റ്റം ശരിയാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ഷൻ എടുത്തത്. പക്ഷേ താങ്കൾ അത് തെറ്റിദ്ധരിച്ചെന്ന് പറയുന്നു. ഇല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൗലാന സാറിൻ്റെ മേത്താണല്ലോ തള്ളി വയ്ക്കുന്നത്. എല്ലാം കൂടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണ്ട. അതായത് ഇതിൽ എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ആൻഡ് ഓർഡറൊക്കെ ശരിയാക്കുന്നതാ. ഇത് വളരെ നല്ല കാര്യമാണ്. ലോ ആൻഡ് ഓർഡറൊക്കെ ശരിക്കും നടത്തണമെന്നുള്ള രീതിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. പക്ഷെ ആക്ഷൻ എടുക്കാനായിട്ടുള്ളൊരു ലിമിറ്റ് എന്നൊന്നും ഉണ്ടാവണമല്ലോ തീർച്ചയായിട്ടും. ഒരുപക്ഷെ ആ ലിമിറ്റ് തന്നെ ക്രോസ് ചെയ്താൽ ഇത് തീർച്ചയായിട്ടും കറക്റ്റായ കാര്യമല്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ പണ്ടൊക്കെ പോലീസ് മുൻപിലോടും മാഫിയക്കാരും റൗഡികളും അവരെ പിന്തുടർന്ന് ചെല്ലുമെന്ന്. ഇപ്പം മാഫിയയും റൗഡികളെല്ലാം മുമ്പിലോടുമ്പോൾ പോലീസ് പിന്തുടരുന്നു എന്ന്. അവർ പറയുന്ന കാര്യം ചിലപ്പോൾ സത്യമോ ആയിരിക്കാം. ഞാൻ ആ പർട്ടിക്കുലർ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അതായത് ഇംപ്ലിമെൻറ്റേഷൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാവണം, ഈക്വലായിട്ട് ഇരിക്കണം, തെറ്റായ വഴിക്കുണ്ടാവാൻ പാടില്ല. പക്ഷേ താങ്കളെപ്പോലെയുള്ള ആളുകൾ മാഫിയകൾക്കെതിരായിട്ട് ആക്ഷൻ എടുക്കുന്ന സമയത്ത് അതിനെ ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതെങ്ങനെ? എപ്പോഴാണ് ഒബ്ജക്ഷൻ ചെയ്തത്? ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ ചെയ്യാൻ പോകുന്നത്? ഇത് മാഫിയെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല, സാധാരണ മനുഷ്യനും അവൻ ഇപ്പോഴും ഒരു നിരപരാധി തന്നെയാ. അവൻ കുറ്റവാളിയൊന്നുമല്ല, ഒരു സ്ഥലത്തും കൺവിക്റ്റ് ആയിട്ടില്ല. ശരി, മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ പറയേ. ഞാൻ കുറ്റം ചെയ്തു, അതിനായിട്ടുള്ള ശിക്ഷ എന്തിനാ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും കിട്ടുന്നത്? ഇതൊക്കെ ശരിയാണോ? താങ്കൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. മുക്താർ അൻസാരി, അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം കേസുകളുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് അറിയാം, അദ്ദേഹം ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് 63 ക്രിമിനൽ കേസുകളുണ്ടായിരുന്നു. അതിൽ മർഡർ കേസുകളുമുണ്ട്,
അതോടൊപ്പം തന്നെ 8 കേസുകളിൽ അദ്ദേഹത്തിനെതിരായിട്ട് കൺവിക്ഷനും നടന്നു. ശരി, ഒരു കാര്യം നിങ്ങൾ പറയേ. അല്ല, ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. താങ്കൾ മുക്താർ അൻസാരിയെ പാവങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിലും പോയി ഒന്ന് ചോദിച്ചു നോക്കണം. അദ്ദേഹം വെറും മുസ്ലിം ആയിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇത്. വോട്ട്സും മോർ ദൻ 80% നോൺ മുസ്ലിംസ് തന്നെയല്ലേ. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ഇങ്ങനെ തന്നെയല്ലേ. മുസ്ലിംസിന്റെ ആളൊന്നും അല്ല. അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ഇരുന്ന ഒരാളാണ്. ഇപ്പോൾ കേസസ് ഉണ്ട്. എത്ര കേസസിലാണ് കൺവിക്റ്റ് ആയതെന്നും ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ പറയാം സാർ. ഇതിന്റെ റിസർച്ച് ഒരുപാട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ എന്തോ ഒരു റിസർച്ച് ആണോ പ്രസന്റ് ചെയ്തത്, എൻ്റെ കയ്യിൽ അത്രയും തന്നെ ഉണ്ട് സാർ. ഞാനത് പ്രസന്റ് ചെയ്യാം. എന്താണെന്ന് ശരിക്കും അദ്ദേഹം ഒരു പാവപ്പെട്ടവരുടെ രാജാവ് തന്നെയാ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? അദ്ദേഹത്തിന്റെ കേസിൽ ഒരു കേസ് പോലും അദ്ദേഹം ആരുടെ വീടാണോ കബ്സ ചെയ്തെന്നോ കൈപ്പറ്റിയെടുത്തെന്നും പറയാൻ കഴിയില്ല. പിന്നെ കഷ്ടപ്പെടുത്തി നിങ്ങൾ പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു സത്യമല്ല, എല്ലാം നുണയായിരിക്കും സാർ. പ്രൂവ് ചെയ്ത് ഞാൻ വാപ്പസ് മേടിച്ചോലാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രദറാണ് പാർലമെന്റ് മെമ്പർ ആയിരിക്കുന്നേ. ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം. അവിടെ ഒരു മുസ്ലിമായിട്ടിരുന്ന് തന്നെ ജയിക്കാൻ കഴിയില്ല സാർ. ഞാനിവിടെ ഹിന്ദു മുസ്ലിമിനെ ഇല്ല, നിങ്ങൾ ആ കോൺടെക്സ്റ്റിൽ തന്നെയല്ലേ എന്റെ അടുത്ത് ചോദ്യം പോലും ചോദിച്ചത്. എന്താ പറഞ്ഞെന്ന് വെച്ചാ താങ്കൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയും. ഞാൻ പറയുന്നത് പോലീസിന്റെ റെക്കോർഡാണ്. ഇത് അദാലത്തിന്റെ റെക്കോർഡ്. ആ ശരി, ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ആ റെക്കോർഡും ഉണ്ട്. ഇനി ഒരുപാട് റെക്കോർഡ്സിൽ നിന്ന് അദ്ദേഹം പുറത്ത് വന്നിട്ടുണ്ട് സാർ. അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് സാർ. ശരിക്കും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ച കേസുകളെ പറ്റി മാത്രമാണ് ഞാൻ ആ സംസാരിച്ചത്. ശരി, എന്നാ അദ്ദേഹം അതിനുള്ള പനിഷ്മെന്റ് കിട്ടിക്കൊണ്ടല്ലേ ഇരിക്കുന്ന അദ്ദേഹത്തിനായിട്ട്. ഒരു മനുഷ്യൻ നല്ല കാര്യം ഒരുപാട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ സാർ നമ്മളിവിടെ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പാവങ്ങളുടെ രാജാവാണ്, പാവപ്പെട്ടവരുടെ- പക്ഷേ കോടതി ശിക്ഷിച്ചു എന്നല്ലേ? ശരി, നിങ്ങൾ തന്നെ ഒരു കാര്യം പറ. ഇപ്പൊ നിങ്ങൾ തന്നെയാ പറഞ്ഞത് ഞാൻ പ്രൈം മിനിസ്റ്റർ മോദിയെ ഞാൻ അഭിനന്ദിക്കുമെന്ന്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും അഭിനന്ദിക്കാൻ പാടില്ലെന്നും ഇതൊക്കെ എങ്ങനെയാണ് സാർ ശരിക്കും സാധ്യമാകുന്നത്? ചില സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയും ചെയ്യുമല്ലോ. ചില സമയം നല്ല കാര്യങ്ങളും നടക്കും, അതിനുവേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നതാണ് വിളിച്ച്. ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ചും അദ്ദേഹം ചെയ്ത ജോലിയെക്കുറിച്ചും പിന്നെ എനിക്കുള്ള ഡിസഗ്രിമെന്റിനെ കുറിച്ചും ഞാൻ സംസാരിക്കും സാർ. സാർ വേറെ വേറെ സമയത്ത് വേറെ വേറെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം മുക്താർ അൻസാരി സാറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പറഞ്ഞല്ലേ പറ്റുള്ളൂ. എൻ്റെ മതത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരിച്ചുപോയെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് പറയേണ്ടത്, തെറ്റായതല്ലെന്ന്. പക്ഷേ അദ്ദേഹം ജീവനോടുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ക്രിമിനൽ പ്രവർത്തികൾ ഞാൻ എപ്പോഴും അഭിനന്ദിച്ചിട്ടില്ല. അതിനുള്ള ആവശ്യവും എനിക്കില്ല സാർ. അതിനുള്ള ആവശ്യമില്ലല്ലോ. മരിച്ചതിന് ശേഷം ആ കാര്യം പറയുവാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ സാർ. ശരിക്കും കോൺസ്റ്റിറ്റ്യുവൻസി മൊത്തം ഇത് തന്നെ പറയുന്നത്. ആരോ ഒരാൾ ഡിസഗ്രിമെന്റ് പറയുന്നതുകൊണ്ട് മുഴുവനും അങ്ങനെ ആവാനുള്ള സാധ്യത ഇല്ലല്ലോ. ആരോ ഒരാൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് എല്ലാം നല്ലതാണ്, നല്ലതിന് വേണ്ടിയാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലല്ലോ സാർ. എന്താ ഇതൊരു കേസ് മാത്രമാണ്. ഇതല്ലാതെ ഉത്തർപ്രദേശിൽ മാഫിയക്കെതിരായിട്ട് റൌഡികൾക്കെതിരായിട്ടും ഒക്കെ എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നല്ല സിറ്റുവേഷനാണ്. അതെങ്കിലും താങ്കൾ സമ്മതിക്കുന്നു? പാർഷ്യലി ഞാൻ ഇത് അഗ്രി ചെയ്യാം, തീർച്ചയായിട്ടും അഗ്രി ചെയ്യാം. ഞാൻ സമ്മതിച്ചോളാം. അതിൻ്റെ ഒപ്പം നല്ല കാര്യങ്ങൾ നല്ല വിധത്തിൽ പോസിറ്റീവായിട്ട് എടുക്കണം. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റും കൂടെ ഉണ്ടാവണം. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം എതിരെ ഈ ആക്ഷൻസ് ഒന്നും എടുക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പാർഷ്യാലിറ്റി നോക്കാണ്ട് ആക്ഷൻ എടുക്കുകയാണെന്ന് വെച്ചിരുന്നാൽ അത് വളരെ നല്ല കാര്യമാണ്. റെഗുലറായിട്ട് നടക്കട്ടെ. വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? സാറേ, രാമർ ടെമ്പിളിന്റെ ഫൗണ്ടേഷൻ നടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഒരു നാടിന്റെ പ്രധാനമന്ത്രി ഒരു അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മതത്തിനെ കുറിച്ചോ ഏത് സ്ഥലത്തിന്റെ ഫൗണ്ടേഷനാണ് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വന്നിരുന്നു, അതിൽ 2 കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ മസൂദി കെട്ടുമായിട്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പ്രൈം മിനിസ്റ്റർ തന്നെ അവിടെ ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നതായിട്ട് പറഞ്ഞതാണ് കാര്യം. അങ്ങനെ ആ സമയം പറഞ്ഞപ്പോൾ അതേസമയം വേറൊരു കാര്യം നടന്നുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോൺടെക്സ്റ്റ് ഇത് തന്നെയായിട്ടായിരുന്നു ഇരുന്നത്. കോൺടെക്സ്റ്റ് ഞാൻ ഇതാണ് പറഞ്ഞത്, ഇന്നും ഞാൻ ഇതായിട്ട് തന്നെ ഇരിക്കുന്നത്. അതായത് എൻ്റെ നേഷനിൽ ഇതുപോലത്തെ പവറിലുണ്ടായിരുന്ന ആരായിരുന്നാലും ശരിക്കും ഏത് വകയായിട്ടുള്ള റിലീജിയസ് ആക്ടിവിറ്റീസിലും ലീഡ് ചെയ്യാൻ പാടില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ ഇത് സ്റ്റബേണാണ്. ഇതാ കോൺടെക്സ്റ്റിലൊന്നുമല്ല, ഇതെൻ്റെ ഒരു ജനറൽ ഒപ്പീനിയനാണ്. ഇതിൽ ഞാൻ ഇന്നും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ വേറെ കോൺടെക്സ്റ്റിലാണ് കൊടുത്തത്. പക്ഷെ ഇന്നും ഇത് തന്നെ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നത്. ഏത് വകയായിട്ടുള്ള റിലീജിയസും ലീഡ് ചെയ്യുന്ന വിധമായിട്ട് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി ഇത് കൂട്ടൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ ആരാണ് ലീഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ രാമക്ഷേത്രം ദാ നിർമ്മിച്ചിരിക്കുക. നോക്കൂ സാർ, രാമന്റെ അമ്പലത്തിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാൻ ആരംഭിച്ചാൽ അതത്ര നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ നശിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഒരുമിപ്പിക്കാൻ നോക്കുന്നതൊക്കെ മാറിപ്പോകും എന്നാ തോന്നുന്നത്. ഇതെന്റെ ഡൊമൈൻ അല്ല. അദ്ദേഹം ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു, അത്രേ സുപ്രീം ഉള്ളൂ. കോടതിയുടെ ജഡ്ജ്മെന്റ് അല്ലേ ഇതിൽ? ഓക്കെ ഓക്കെ, ആ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് മുഴുവനും വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്ത് പറയാം സാർ, പറയാം. പിന്നെ ജഡ്ജ്മെന്റിൽ അവർ എന്തോ ഒരു കാര്യമാണ് പറഞ്ഞതെന്ന്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആരംഭിച്ചാൽ ഇതിന്റെ കാര്യമെല്ലാം മാറിപ്പോ. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യമില്ല. അത് നിങ്ങൾ അങ്ങനെ തന്നെ വിട്ടേരെ. ഇതൊക്കെ തുറന്നാൽ പിന്നെ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ സാർ, അതാണ്. ഓക്കെ, ഞാൻ താങ്കളുടെ സെന്റിമെന്റിനെ ബഹുമാനിക്കുന്നു. നന്ദി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം മൗലാന മെഹ്മൂദ് മദീനിയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. അതാണ് പറയുന്നത്. എല്ലാവർക്കും നടക്കുന്നുണ്ട്. ലിഞ്ചിങ് നടക്കുന്നുണ്ട്. ദളിതൻസ് ഉണ്ട്, ചില ട്രൈബൽസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. മൈനോറിറ്റിയിൽ മുസ്ലിംസ് അധികമായിട്ടുള്ളവർ. നിങ്ങൾ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ മുസ്ലിംസിന് മാത്രം ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. വെറും മുസ്ലിംസിന് മാത്രമേ ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു തെറ്റായ കാര്യമാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മൗലാന മെഹ്മൂദ് മദീനി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജമിയത്ത് ഉലൈമ ഹിന്ദ് പ്രസിഡന്റ് മൗലാന മെഹ്മൂദ് മദീനിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ക്രിമിനൽസിന് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്ന കുറ്റാരോപണമല്ല. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഗിരിരാജ് സിംഗ് അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ ദേബന്ദ് ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണെന്ന്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഹഫീസ് സയ്യിദിനൊപ്പം ദേവന്തിന് കണക്ഷൻ ഉണ്ടെന്ന്. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവർക്കൊരു ആശംസകൾ പറയാം. നല്ലൊരു ആശംസകൾ. അതോടൊപ്പം താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. ഇതുപോലത്തെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. അവർക്കെതിരായിട്ട് UAPA ചുമത്തിയിട്ടുണ്ട്. ടെററിസം കേസുകളുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു. അവർക്കെല്ലാവർക്കും വേണ്ടി കോർട്ടിൽ താങ്കൾ വഴക്കുണ്ടാക്കുന്നു, വക്കാലത്ത് ഏറ്റെടുക്കുന്നു. ഇതിൽ വക്കാലത്ത് ചെയ്യിപ്പിക്കുന്നത്, ഇതിലൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്ന അധികാരവും നമ്മുടെ ഈ സിസ്റ്റമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആരോ ഒരാളെ അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളാരാണ്? ആർക്ക് വേണ്ടി വക്കാലത്ത് മേടിക്കാനായിട്ട് നമ്മളും ഒരാളല്ല. അത് കൊടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് തന്നെയാ. ഈ അധികാരമൊക്കെ കൊടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാ. മാത്രമല്ലാണ്ട് നമ്മുടെ അടുത്തൊരു ലോയറൊന്നും ഇല്ലെങ്കിൽ കോർട്ട് തന്നെ അവർക്കൊരു ലോയർ അപ്പോയിൻമെന്റ് ചെയ്ത് കൊടുക്കുവാണ്. സോ ആർക്കൊക്കെയാണോ വക്കീലില്ലയോ, അതൊരു പക്ഷേ ടെററിസ്റ്റ് ആണെങ്കിൽ പോലും അവർക്കെല്ലാം താങ്കൾ വക്കീലിനെ ഏർപ്പാട് ചെയ്യില്ല. ആരാ ടെററിസ്റ്റ് എന്നുള്ളത് ഇതിനുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ആണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ജുഡീഷ്യറി ചെയ്യും. ഇതുപോലെ തന്നെ 100ഓളം ഉദാഹരണം പറയാം. അതിൽ ഞങ്ങൾ ഒന്നിലും ഒരു വഴക്കുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ക്രിമിനൽസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യം പറയുവാണ്. അഫ്സൽ ഗുരു, അദ്ദേഹത്തിന് തൂക്കിലിട്ടില്ലേ? പക്ഷേ ഔട്ട് ഓഫ് ടേൺ ആണ്. പ്രയോറിറ്റി ബേസിലാണ് തൂക്കിലിട്ടത്. ഇതിനൊക്കെ എന്താ അർത്ഥം? പക്ഷെ അത് കോർട്ട് ഓർഡർ അല്ലേ? കോർട്ടിൻ്റെ ഓർഡർ തന്നെയാ, പക്ഷേ ഔട്ട് ഓഫ് ടേൺ ആണ്. പ്രയോറിറ്റിയുടെ ബേസിസിലാണ് കൊടുത്തത്. പക്ഷെ എന്തിനു വേണ്ടി? എങ്ങനെ? ലൈനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കും കൊടുത്തിരിക്കാമല്ലോ. അങ്ങനെയൊക്കെ മറ്റുള്ളവരൊക്കെ ഇരുന്നു, അപ്പോൾ അവർക്കും കൊടുത്തിരിക്കാമല്ലോ. പക്ഷേ കൊടുത്തില്ല. എന്തുകൊണ്ടങ്ങനെ ചെയ്തേ? എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ മാത്രം നിങ്ങൾ ഒരു കുറ്റവാളിയായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളിത് നോക്കുവാണെങ്കിൽ നരേന്ദ്രമോദി അല്ലല്ലോ ഭരിച്ചിരുന്നത്. ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാൻ രാഷ്ട്രീയത്തിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഭരണത്തിനെതിരെ ഇരിക്കുമെന്ന് ആരാണ് എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ ഔട്ട് ഓഫ് ടേൺ എന്നാണ് പറഞ്ഞേ. ആരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, തെറ്റാണെങ്കിൽ തെറ്റല്ലേ. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഈ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഞാൻ ക്രിമിനൽസിനെയും ടെററിസ്റ്റിനെയും സപ്പോർട്ട് ചെയ്യുവാന്നാണ് നിങ്ങൾ പറയുന്നത്. കറക്റ്റ് അല്ലേ? ഞാൻ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ. അതിന് ഞാൻ ഉദാഹരണവും പറയാം. 1000 പേരുടെ എക്സാമ്പിൾസ് പറയാം. അവർക്കൊന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല ഇതുവരെ, ഒരിക്കലും ചെയ്തിട്ടില്ല. അതുമാത്രമല്ലാണ്ട് ഇതിൽ ചെറിയ വേറെ ചില ഉദാഹരണങ്ങളും ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ടെററിസ്റ്റിനും ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. 0 ടോളറൻസ് ഉണ്ടാകണം. ഈ നാട് മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് നാട് വേണമെങ്കിലും ആയിക്കോട്ടെ. ടെററിസം എന്ന് പറയുന്ന ആ ചിന്ത, ടെററിസം ആറ്റിറ്റ്യൂഡ്, ഇത് വളർത്താനായിട്ടുള്ള സ്ഥലം കൊടുക്കാൻ പാടില്ല. ഒരു പക്ഷേ കൊടുക്കുവാണെന്ന് വെച്ചാൽ അത് ഈ നാട്ടിന് ചെയ്യുന്ന വലിയ ദ്രോഹം. നിങ്ങൾ ഗംഗോത്രി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതായിട്ട് പറഞ്ഞു.
അദ്ദേഹം ആ ഗംഗയിൽ തന്നെയാണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദം വെച്ചോണ്ട് ആ ഗംഗയെ കിടന്ന് കുളിക്കുന്നത് അദ്ദേഹം. നാടിന്റെ ക്യാബിനറ്റിൽ ഇരിക്കാനായിട്ട് ഒട്ടും തന്നെ അർഹതയില്ല അദ്ദേഹത്തിന്. ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാള് ക്യാബിനറ്റിൽ പോയി ഇരിക്കുവാണെന്ന് വെച്ചാൽ ഞാൻ ആ ക്യാബിനറ്റിനെ കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? എന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ അദ്ദേഹം പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മസൂദ് അസർ, മുല്ല ഉമർ, ഫസൂർ റഹ്മാൻ, ഇവരൊക്കെ ദേശത്തിന്റെ ശത്രുക്കളായ തീവ്രവാദികളാണ്. ഇവരൊക്കെ ദേബന്ദിയുടെ തിങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. ഇവരൊക്കെ ദേബന്ദിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നും പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ഒരു ആശംസകൾ പറഞ്ഞേ. പിന്നെ നമ്മുടെ ക്യാബിനറ്റിനും ഒരു ആശംസകൾ പറഞ്ഞേക്കാം. അത്രേ ഉള്ളൂ. ഞാൻ വേറെന്ത് പറയാനാ? ഇതിനേക്കാൾ ഞാൻ വേറെന്ത് പറയാനാ? ഇതിനുവേണ്ടി അദ്ദേഹം താങ്കൾക്ക് ആശംസകൾ അറിയിക്കും. വേറെന്ത് പറയാനാ? വേറെ എന്താ പറയാൻ കഴിയുന്നു? ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദിക്കണോ? ഒരു മുസ്ലിം ടെററിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഓരോരോ ടെററിസ്റ്റിന്റെ പിന്നിലും ഒരു മുസ്ലിം ഉണ്ടല്ലോ, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ശരിക്കും വളരെ പഴയ ഒരു ചോദ്യമായി പോയി കേട്ടോ. ഇതിനുള്ള ഉത്തരം ഞാൻ ഒരുപാട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ബസ്തറില് അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ നടന്ന ഇൻസിഡൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. അതിൽ മരിച്ചുപോയ നമ്മുടെ സോൾജേഴ്സ്, ആർമിയിലുള്ള, ഒരുപക്ഷെ അവരുടെ റേഷ്യോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മുസ്ലിംസിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ ചെയ്തിരുന്ന ഇൻസിഡൻറ്റോ, അതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ ഒരു ഹിന്ദുവാന്നൊന്നും പറയുന്നില്ല. ഹിന്ദുവാന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദു മുസ്ലിംസിനൊക്കെ ഒരു പ്രശ്നമായേക്കും. ഇപ്പോൾ 70-30 റേഷ്യോ പോലും ഇപ്പോൾ കിട്ടത്തില്ല ശരിക്കും. അവിടെ 70%. അവിടെ അസാമിൽ തൊട്ട് തുടങ്ങിയത് സെൻട്രൽ ഇന്ത്യ വരെ നോക്കൂ. ഇത് എല്ലായിടത്തിലും നോക്കൂ. പിന്നെ മറ്റൊരു കാര്യം, ഇത് നമ്മൾ മതത്തിൻ്റെ ലെൻസ് വെച്ച് നോക്കാൻ പാടില്ല ഒരിക്കലും. കാരണം കശ്മീരിലെ ഇൻസിഡൻറ്റ് ഒരുപക്ഷെ മതത്തിൻ്റെ കണ്ണാടിയിൽ എങ്ങനെ നോക്കുവാണെങ്കിൽ ആ സമയം അത് ന്യായമാണോന്നൊന്നും എനിക്കറിയത്തില്ല. വളരെ അന്യായം പിടിച്ച കാര്യമാണ് അതൊക്കെ. മതത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല അത് മതത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. അത് റീജിയണലായിട്ടുള്ള കാര്യമാണല്ലോ. അത് ബസ്ത്രേതും കൂടെ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ബാരപുള്ള ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ്. ഏതൊരു ടെററിസ്റ്റ് ആണെങ്കിലും ശരി, ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് അവന്റെ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല. അത് ഹിന്ദു ആണെങ്കിലും സിഖ് ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ശരി. ഇത് തന്നെയല്ലേ താങ്കളും പറയുന്നത്? ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. വലിയ കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ലോക്കലൈസ്ഡ് ആയിട്ടാവണം, പക്ഷേ നാഷണലൈസ്ഡ് ആയിട്ട് ആവാൻ പാടില്ല. ഇത് ഒരു മതത്തിന്റെ കൂടി ചേർത്ത് സംസാരിക്കാൻ പാടില്ല. എസ്പെഷ്യലി മുസ്ലിംസിനോടൊപ്പം. ഇദ്ദേഹം എന്തുകൊണ്ടാ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ, കാരണം ഇവിടെ ഇത് കൂട്ടൊരു എൻവിറോൺമെന്റ് ഇപ്പൊ ക്രിയേറ്റ് ആയിരിക്കുവാണ്. ഈ ക്രിയേറ്റ് ചെയ്ത എൻവയോൺമെന്റിനെ പറ്റി ലോകം മുഴുവനും സംസാരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ക്രൂരതകൾ നടക്കുകയാണെന്നും ആൾക്കൂട്ട വിചാരണ സംഭവിക്കുന്നുണ്ടല്ലോ. ആ ലിഞ്ചിങ്ങിനെതിരെ നിങ്ങളൊന്നും പറയുന്ന പോലും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സംസാരിക്കണമല്ലോ. ലിഞ്ചിങ്ങിനെതിരെ നിങ്ങൾ സംസാരിച്ചിരിക്കണമല്ലോ. അതുപോലും ടെററിസം അല്ലേ? ഞാൻ പറയുന്നതിന് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അതുപോലും ടെററിസമാണ്. ആ ടെററിസം നിർത്താനായിട്ട് ഞങ്ങൾ 0 ടോളറൻസിലാണ് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ കൺവിക്ഷനോടൊപ്പമാണ് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതൊരിക്കലും സംഭവിക്കാൻ ഞങ്ങൾ വിടത്തില്ല. ഇതും നടക്കാൻ അനുവദിക്കില്ല, അതും നടക്കാൻ അനുവദിക്കില്ല. ഇത് കൺവിക്ഷൻ അല്ല. ഇതിന്റെ കൺവിക്ഷൻ മീഡിയയുടെ അടുത്തും ഇല്ല, ഗവൺമെന്റിന്റെ അടുത്തും ഇല്ല, ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ അടുത്തും ഇല്ല. ഇത് പക്ഷേ ഇവിടെ ആൾക്കൂട്ട വിചാരണ മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. താങ്കൾ പറഞ്ഞതുപോലെ ടെററിസം എന്നത് ഹിന്ദുക്കളിലും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും നടക്കും. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. വലിയൊരു സാർ, ഞാൻ മുസ്ലിംസിനെ കുറിച്ചല്ല സംസാരിച്ചത്. പിന്നെ എനിക്കൊരു ശീലമുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടെ മുസ്ലിംസിനെ കുറിച്ചല്ല സംസാരിച്ചത്. നമ്മൾ ഈ നാട്ടിലാണെങ്കിൽ നാടിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോൾ ഞാൻ മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ മുസ്ലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വലിയ നോൺസെൻസ് ആയി പോകും സാർ. സത്യമാണ്, മുസ്ലിംസിന്റെ ഇഷ്യൂസും വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കണം സാർ. ഞാനിവിടെ ജമിയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജമിയത്ത് ഉലൈമാൻ ഹിന്ദ്. ഇതൊരിക്കലും ഒരു മുസ്ലിംസ് ഓർഗനൈസേഷനായിട്ട് ഇരിക്കാൻ പാടില്ല സാർ. ഇത് ഈ നാടിന്റെ ഒരു ഓർഗനൈസേഷനാ. ആദ്യം ഞങ്ങൾ ഈ നാടിനെ കുറിച്ച് ചിന്തിക്കാണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റായി മാറും. ഈ നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാവും. ഒരുപക്ഷെ ഞങ്ങളെ ജമിയത്ത് ഉലൈമാൻ ഹിന്ദിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരിക്കുന്നത് നാടിന് വേണ്ടി തന്നെയാ. ഇപ്പോൾ താങ്കൾ ലിഞ്ചിങ് എല്ലായിടത്തും ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. പക്ഷെ അനീതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹിന്ദുസിന് അനീതി നടക്കുന്നതായിട്ട് താങ്കൾ എവിടെയും പറയുന്നില്ലല്ലോ. അതാണ് പറയുന്നത്. എല്ലാവർക്കും നടക്കുന്നുണ്ട്. ലിഞ്ചിങ് നടക്കുന്നുണ്ട്. ദളിതൻസ് ഉണ്ട്, ചില ട്രൈബൽസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. മൈനോറിറ്റിയിൽ മുസ്ലിംസ് അധികമായിട്ടുള്ള കാരണം നിങ്ങൾ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
ഞാൻ മുസ്ലിംസിന് മാത്രം ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. വെറും മുസ്ലിംസിന് മാത്രമേ ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു തെറ്റായ കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മുസ്ലിംസിന് മാത്രം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യമാണ്. എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്, മുസ്ലിംസിന് കൂടുതൽ സംഭവിക്കുന്നുണ്ട്. സാർ, ഇതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ടെന്ന് ഞാൻ പറയും. കേട്ടോളൂ, ഇത് നിങ്ങളാണ് ലീഡ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ നാടിനെ രക്ഷിക്കാനായിട്ടും വളർത്താനായിട്ടും അതിൻ്റെ ഒപ്പം ഒരു മൂലയിലോട്ട് ഒതുക്കിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും നിങ്ങളൊരു വാരിയറായിട്ട് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സാറിനെ പോലെ ഉള്ളവരുടെ അടുത്ത് ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. സോറി, ഞാൻ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ താങ്കൾക്കൊരു ഉറപ്പ് നൽകുകയാണ്. അതായത് ഈ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകില്ല. അതിന് ഞാൻ വളരെ കടമപ്പെട്ടിട്ടുണ്ട് സാർ. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൗലാന മെഹമൂദ് മദിനിയോടാണ്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് മൗലാന മെഹമൂദ് മദിനിയോടാണ്. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ ജസ്റ്റിസ് സഹീറുള്ള ഖാന്റെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ കോർട്ടിൽ വെച്ച് മൗലാന മുഹമ്മദ് മദീനിനെ വെച്ചുകൊണ്ട് കുറെ കുറ്റങ്ങൾ ചാട്ടിയിട്ടുണ്ട്. അതിന് അദ്ദേഹം നന്നായിട്ട് തന്നെ വാതാടിയിട്ടുണ്ട്. അദ്ദേഹം നടന്ന കാര്യങ്ങളും പിന്നെ സത്യങ്ങളും ഫാക്സായ കാര്യങ്ങളും പിന്നെ ഉദാഹരണങ്ങളും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞു. മൗലാനയുടെ ചിന്തകള് അദ്ദേഹം എത്ര സ്ട്രോങ് ആണെന്ന് നന്നായിട്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം ഉള്ളതുകൊണ്ട് കുറെ മുസ്ലിംമാര് നന്നായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴും വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. കുറച്ചുപേരും കൂടി വളരണം. അതുമാത്രമല്ലാതെ 4-5 വിവാഹത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, മൾട്ടിപ്പിൾ മാരേജിനെ കുറിച്ച് ചോദിക്കുമ്പോഴും പോലും മുസ്ലിംസിൽ മാത്രമല്ല ഇത് എല്ലാവിടെയും ഉണ്ടെന്നും ജനറലായിട്ട് പറഞ്ഞു. ഇതേപോലെ കുറെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ജനറലായിട്ടാണ് ഉത്തരം തന്നു. അതുകൊണ്ട് മൗലാന്റെ മേലെ ഒരു കുറ്റവും ഇല്ലാഞ്ഞ് ഞാൻ ഉത്തരം നൽകുന്നു. അവർക്കെതിരായിട്ട് ഒരു കുറ്റവും ഇവിടെ നിരൂപിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ വിടുവിക്കുന്നു. മൗലാന മെഹമൂദ് മദിനി ഇതുപോലെ തന്നെ സമൂഹത്തിന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി തീർച്ചയായും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദേശത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. നന്ദിയുണ്ട്.